ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എത്രയും സ്നേഹവും ബഹുമാനവുമുള്ള വൈദികരെ, പ്രിയപ്പെട്ട കർത്താവിൻ്റെ മണവാട്ടിമാരെ, സുവിശേഷകരെ, വിവിധ നിലകളിൽ ഈ സഭയ്ക്കും ഈ സമൂഹത്തിനും തങ്ങളുടേതായ നിലകളിൽ നിന്നുകൊണ്ട് അനുഗ്രഹം സമ്മാനിക്കുന്ന വിശ്വാസ ജനമേ, എല്ലാവർക്കും ദൈവനാമത്തിൽ സ്നേഹവന്ദനം. വീണ്ടും ഒരിക്കൽ കൂടെ നിങ്ങളുടെ ഈ ഒരു വചന കൂടിവരവിൻ്റെ ഭാഗമാവുന്നതിന് ദൈവം നൽകിയ അവസരത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയും. സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ ഇത് മൂന്നാമത്തെ തവണയാണ്. ഒന്നിൽ പഠിച്ചാൽ മൂന്നാണ് എന്നാണ് വിവരമുള്ളവർ പറയുന്നത്. നന്നാവും എന്ന് കരുതിയാവണം വീണ്ടും അവസരം തരുന്നത്. ഒരു പ്രാവശ്യം പബ്ലിക് സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന മീറ്റിങ്ങിലും പിന്നീട് കോവിഡ് കാലത്ത് കറ്റോട് പള്ളിയിൽ വെച്ച് നടന്ന ഒരു യോഗത്തിലും സംബന്ധിച്ചു. എന്നാൽ ഇങ്ങനെ ഒരു തിയാട്രിക് എക്സ്പീരിയൻസ് ആദ്യമായിട്ടാണ്. അപ്പോൾ നിങ്ങളെ എല്ലാവരെയും ഇങ്ങനെ ബാൽക്കണിയിലൊക്കെ ഇരുന്ന് ഇവിടെ എന്തോ അംഗം വെട്ട് നടക്കുന്ന പോലെയുള്ള ഒരു ഫീലിംഗ് ആണ്. അപ്പോൾ നിങ്ങൾ ആ മുകളിലിരിക്കുന്നവരെയൊക്കെ കാണുമ്പോൾ, അതുകൊണ്ട് നിങ്ങളൊക്കെ വചനം കേൾക്കാനുള്ള ഒരു ഇരിപ്പാണ് എന്ന് ചിലർക്കൊക്കെ അങ്ങ് ആവശ്യതയാണ്, കിടക്കുന്നതാണ്. എന്നാലും നിങ്ങളെയൊക്കെ ഇങ്ങനെ മഴയുടെ ഒരു ക്ഷീണം കൊണ്ടായിരിക്കും. എന്നാലും ഇതൊക്കെ കാണാനും ഇത്രയും പേരെ ഒക്കെ ഒരുമിച്ച് ദൈവവചനത്തോട് ചേർത്ത് പിടിക്കാനും ഒക്കെ ഇടയായതിൽ ഞാൻ ദൈവത്തിന് നന്ദി പറയും. കൂടുതൽ ആമുഖമൊന്നുമില്ലാതെ നമുക്ക് ദൈവവചനത്തിൻ്റെ ധ്യാനത്തിനായിട്ടൊരുങ്ങാം. ഇന്നത്തെ ധ്യാനത്തിനായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 26-ാമത്തെ അധ്യായം, അതിൻ്റെ 24-ാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 26-ാമത്തെ അധ്യായത്തിൻ്റെ അവസാന ഭാഗം. മതി. 24-ാമത്തെ വാക്യത്തിന്റെ അവസാന ഭാഗം. ആ മനുഷ്യൻ ജനിക്കാതിരുന്നെങ്കിൽ അവന് കൊള്ളായിരുന്നു. ഐ വിഷ് ഹി വെർ നോട്ട് ബോൺ. പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ആ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, വീണ്ടും ഞങ്ങളൊരു വലിയ നോമ്പിന്റെ അനുഭവത്തിലായിരിക്കുന്നു. 3.5 കൊല്ലം നിന്നോടൊപ്പം നടന്ന, നീ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അടുത്തു നിന്ന് കേട്ട, അത്ഭുതങ്ങൾക്ക് സാക്ഷിയായിരുന്ന നിന്റെ പ്രിയ ശിഷ്യനെ നോക്കി ഈ മനുഷ്യൻ ജനിക്കാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പറഞ്ഞത് ഞങ്ങളിപ്പോൾ വായിച്ചല്ലോ. കർത്താവേ, അങ്ങനെ പറയുമ്പോൾ നീ എത്രത്തോളം യൂദായെ ഓർത്ത് വേദനിച്ചിട്ടുണ്ടാവും. ഈ മനുഷ്യൻ ജനിക്കാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. പാഴായിപ്പോയ ഒരു ജീവിതം, അലസിപ്പോയ ഒരു ജീവിതം. ഞങ്ങളുടെ ജീവിതവും എങ്ങനെയുള്ളതാണെന്ന് യൂദായുടെ ജീവിതത്തെ ഒരു കണ്ണാടി പോലെ മുൻപിൽ പിടിച്ച് ഞങ്ങളുടെ പ്രതിരൂപം അതിലെങ്ങനെയാണ് നിഴലിക്കുന്നത് എന്ന് ദൈവാത്മ പ്രേരിതരായി സത്യസന്ധരായി കാണുവാനും വിലയിരുത്തുവാനും ഈ രാത്രി ഞങ്ങൾക്ക് സഹായിക്കണമേ. വചനത്തെയും ഞങ്ങളെയും അനുഗ്രഹിക്കണം. തിരുസഭയിൽ കർത്താവ് പ്രസാദിക്കണം. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് കരുണയോടെ കേൾക്കണമേ. ആമേൻ. ഇന്ന് നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് യൂദായുടെ ജീവിതത്തെക്കുറിച്ചാണ്. യൂദ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു ഭീകര
സ്വത്വമാണ് നമ്മുടെ മനസ്സിൽ ഓർമ്മ, ഒരു മോൺസ്റ്റർ. എന്നാൽ ഇന്ന് രാത്രി അങ്ങനെ ഒരു ഭീകര സ്വത്വമായി എവിടെയോ ഉള്ള ഒരു ദുഷ്ടനായി യൂദായെ കാണുന്നതിന് പകരം യൂദായുടെ ജീവിതത്തെയും യൂദായെയും ഒരു കണ്ണാടിയായി കാണാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. ഒരു മോൺസ്റ്ററായിട്ടല്ല, ഒരു മിററായി യൂദായുടെ ജീവിതത്തെ നമ്മളൊന്ന് നോക്കാം. അങ്ങനെയെങ്കിൽ ആ കണ്ണാടിയിൽ പ്രതിഫലിക്കുന്നത് എന്ത് രൂപമായിരിക്കുമെന്ന് നമുക്കൊരുമിച്ച് ധ്യാനിക്കാം. യൂദായെക്കുറിച്ച് നമുക്കാർക്കും ഒരു നല്ല അഭിപ്രായമൊന്നുമില്ല. നമുക്കാണെങ്കിൽ നമ്മളെക്കുറിച്ച് അല്ലാതെ മറ്റൊരുത്തനെ കുറിച്ചും നമുക്കൊരു നല്ല അഭിപ്രായമില്ല. അപ്പൊ പിന്നെ യൂദായെക്കുറിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. എന്നാൽ വേദപുസ്തകത്തിൽ യൂദായുടെ സ്വഭാവത്തിലെ ചില നന്മകൾ നമ്മൾ ആദ്യം വളരെ പെട്ടെന്ന് ഒന്ന് സൂചിപ്പിച്ച് യൂദായുടെ ജീവിതത്തിൽ എവിടെയാണ് അദ്ദേഹത്തിന് പിഴച്ചുപോയതെന്ന് ഒന്ന് ശാന്തമായി പരിശോധിക്കാം. യൂദായെക്കുറിച്ചുള്ള ഒരു സൂചന യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ നമുക്ക് ലഭിക്കുന്നത്, യൂദ ഒരു കാര്യപ്രാപ്തിയുള്ള വളരെ എഫിഷ്യൻ്റായ ഒരു ശിഷ്യനാണ്. ഈ 12 ശിഷ്യന്മാരിൽ പലർക്കും അത്ര എഡ്യൂക്കേഷൻ ഒന്നും ഇല്ല. എന്നാൽ ആ കൂട്ടത്തിൽ ഒരിച്ചിരി വിദ്യാഭ്യാസമുള്ള ആളാണ് യൂദ. അതുകൊണ്ട് തന്നെ ആ സംഘത്തിൻ്റെ ഒരു ഖജാൻജിയാണ്, അല്ലെങ്കിൽ വല്ല ബികോം പഠിച്ചതായിരിക്കും യൂദ, അതിൻ്റെ ട്രഷററാണ്. പണ്ടൊക്കെ നമ്മുടെ പള്ളികളിലൊക്കെ ഈ പള്ളിയുടെ ട്രസ്റ്റി ആവാൻ, ഞാൻ നിങ്ങളുടെ കാര്യമല്ല, ഞങ്ങളുടെ കാര്യമാണ് പറയും, ഒരു വലിയ ജുബയും ഒരു മാലയും മതിയായിരുന്നു. അപ്പൊ ഏതെങ്കിലും ഒരു പള്ളി ഞങ്ങൾ ചെല്ലുമ്പോൾ ആ പള്ളിയിലെ ട്രസ്റ്റി ആരാണെന്ന് അറിയാൻ ആരോടും ചോദിക്കണ്ട, നല്ല ഇറക്കമുള്ള ജുബയും പുറത്ത് കാണിക്കാവുന്ന ഒരു മാലയും, ഇത്രയുണ്ടെങ്കിൽ എന്താവാം, ട്രസ്റ്റി ആവാം. പക്ഷെ എന്തോ ചെയ്യാം, ഇപ്പൊ അത് പറ്റത്തില്ല. ജുബ ഉണ്ടെങ്കിൽ പറ്റൂല. ഇപ്പൊ ഈ GSTയും TDS എല്ലാം വന്നതുകൊണ്ട് ഒരു രക്ഷയില്ല. ഇപ്പൊ കണക്കും കൂടെ അറിയണം. ഇതെന്ത് തേങ്ങയാണെന്നറിയാൻ മേലാത്ത ഒരുത്തനെ എടുത്തിട്ട് വല്ല കാര്യമുണ്ട്? അതുകൊണ്ട് ഇപ്പൊ ഈ ഇൻപുട്ട് ടാക്സ്, മറ്റേ ടാക്സ്, GST, അതുകൊണ്ട് വിദ്യാഭ്യാസമുള്ള സെന്റ് തോമസ് അപ്പോസ്തലന് പഴുകഞ്ഞി വെച്ചു കൊടുത്ത കുഞ്ഞമ്മയുടെ കൊച്ചുമോനാന്ന് പറഞ്ഞാലൊന്നും ഇപ്പൊ ട്രസ്റ്റി ആവാൻ പറ്റൂല. കാരണം കണക്കറിയണം. അതുകൊണ്ട് സെന്റ് തോമസ് അപ്പോസ്തലന്റെ പാരമ്പര്യമൊന്നും അല്ലെങ്കിൽ പോലും യൂദ ഈ 12 പേരുടെ മറ്റവരെല്ലാം ഫിഷറീസ് പഠിച്ചതാ, BSc ഫിഷറീസ്, MSc ഫിഷറീസ് ഒക്കെ പഠിച്ചതാ. കൂട്ടത്തിൽ ഒരിച്ചിരി എഡ്യൂക്കേഷൻ ഉള്ളത് ആർക്കേ ഉള്ളൂ. അതുകൊണ്ടായിരിക്കണം കർത്താവ് ഈ 12 പേരിൽ യൂദായെ അതിൻ്റെ ട്രഷറാക്കി 3.5 കൊല്ലം ഒരു അപ്പോസ്തോലിക സംഘത്തിന്റെ ഖജാൻജിയായി പ്രവർത്തിച്ചു. രണ്ടാമത് യൂദായെക്കുറിച്ച് നമ്മൾ കാണുന്ന ഒരു നല്ല സൂചന, ഒരിക്കലും ഒരു എടുത്തുചാട്ടക്കാരനല്ല പത്രോസ്. പത്രോസിനെ പോലെ ഒരു എടുത്തുചാട്ടക്കാരനല്ല, അല്ലേ? നമ്മുടെ ഒരു പഴയ സിനിമാ സംഭാഷണം പറഞ്ഞാൽ ഒട്ടും ഔട്ട് പോസ്കണല്ല, അങ്ങനെയാണല്ലോ അത് പറഞ്ഞത്. പിന്നെ അത് തിരുത്തുന്നുണ്ട്, ഒട്ടും ഔട്ട് സ്പോക്കൺ അല്ല. ഒരു സന്ദർഭങ്ങളിലും എടുത്തു ചാടി സംസാരിക്കുന്നയാളല്ല. വലിയ ആവേശമൊന്നുമില്ല, ആവേശ കമ്മിറ്റിയുടെ ചെയർമാനൊന്നുമല്ല. പത്രോസ് ആണെങ്കിലോ എടുത്തു ചാടി ഉത്തരം പറയും. എപ്പോഴും കയ്യിൽ ഒരു വാള് കരുതും. എപ്പോഴെങ്ങാനും കർത്താവിനെ പിടിച്ചാൽ എന്ന് കരുതി കർത്താവിൻ്റെ ഒരു കൊച്ചു കമാൻഡോ ആയിട്ട് നടന്ന ആളാണ് ആര്? അവിടെ ഇടി വെട്ടുന്നതിന് നിങ്ങൾ ഇവിടെ ഞെട്ടിയിട്ട് കാര്യം. കാരണം ആ പാവം കന്യാസ്ത്രീ ഞെട്ടുന്നു. ഇതിലും ഞെട്ടി ആ ഗൾഫിലുള്ള, ഞാൻ ഇതിപ്പൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് ഒന്നിനും പേടിയുള്ളവരല്ലെന്ന്. പക്ഷേ അത്രേ ഉള്ളൂ.
അപ്പൊ ഈ ഒട്ടും എടുത്തുചാട്ടക്കാരനല്ല ആര്? ഇനി ഞെട്ടല്ലേ? അത്യാവശ്യം കാര്യങ്ങളല്ലാതെ ഒന്നും സംസാരിക്കില്ല. നല്ല സ്വഭാവമല്ലേ? നമ്മുടെ ഇപ്പോഴത്തെ ഭാഷയെ പറഞ്ഞാൽ നല്ല പക്വതയുള്ള ആളാണ്. 3, നമ്മുടെ വല്യപ്പച്ചനായ തോമാസ് ലീഹായെ പോലെ അനാവശ്യ സംശയമൊന്നുമില്ല, ഡൗട്ടേ ഇല്ല. ജീവിതത്തിൽ ഒരു ഡൗട്ടും ചോദിക്കാത്ത ഒരാളാണ് നമ്മുടെ യൂദാസ് ലീഹ. അപ്പൊ നല്ല വിദ്യാഭ്യാസമുള്ള ആളാണ്, നല്ല പക്വതയുള്ള ആളാണ്. കർത്താവ് എന്ത് പറഞ്ഞാലും അതുപോലെ വിശ്വസിക്കുന്ന ആളാണ്. 4, ഒട്ടും അധികാരമോഹമില്ലാത്ത ആളാണ്. സെബദി മക്കളായ യാക്കോബും യോഹന്നാനും ഒരു ദിവസം യേശുവിന്റെ അടുക്കൽ വന്ന് അവരുടെ ഒരു ആഗ്രഹം ദൈവത്തോട്, കർത്താവിനോട് പറയുന്നുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ അവർ യേശുവിനോട് പറയുന്നു, ഞങ്ങളിൽ 2 പേരാണ് ഞങ്ങളുടെ വീട്ടിലുള്ളത്, ഒരുത്തൻ നിന്റെ ഇടത്തും ഒരുത്തൻ നിന്റെ വലത്തും. സത്യത്തിൽ നല്ല മനുഷ്യരവര്. എല്ലാവർക്കും എവിടെ ഇരിക്കണമെന്നാണ് ആഗ്രഹം, വലതുവശത്തിരിക്കണമെന്നാണ്. എന്നാൽ ഇവരങ്ങനൊന്നുമില്ല, ഒരു വലതുവശവും ഒരു ഇടതുവശവും. സത്യത്തിൽ അവർ നല്ലവരല്ലേ? നമുക്കറിയാം, നമ്മളാണെങ്കിലും വലതുവശമാണ് നല്ലതായിട്ട് കാണുന്നത്, അല്ലേ? വലതുവശം. ഇപ്പൊ അച്ഛന്മാര് നിങ്ങളെ വലത് കൈ ഉയർത്തി അനുഗ്രഹിക്കുന്നതിന് പകരം ഇടത് കൈ ഉയർത്തി നിങ്ങളെ അനുഗ്രഹിച്ചാലോ, പിന്നെ ആ കൈ പൊക്കേണ്ട വരത്തില്ല. കാരണം അനുഗ്രഹം എപ്പോഴും വലത് കൈ കൊണ്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ കല്യാണമൊക്കെ കഴിച്ചിട്ട് സ്ത്രീകൾ വീട്ടിലോട്ട് കയറി വരുമ്പോൾ ഏത് കാലാ വെക്കുന്നേ? വല്ല ഗുണമുണ്ടോ? നാക്ക് ശരിയല്ലാതെ ഏത് കാലെടുത്ത് വെച്ചിട്ട് എന്താ ഗുണം? എന്നാലും നമ്മൾ ഏത് കാലെടുത്ത് നോക്കും? വലത് കാലെടുത്ത് നോക്കും. വലതുവശം നല്ലതാണ്. അതിന് വേദപുസ്തകത്തിലും അങ്ങനെ ചില അതിന് സഹായകരമായ പരാമർശങ്ങളും ഒക്കെ ഉണ്ട്. മത്തായിയുടെ സുവിശേഷം 25-ാമത്തെ അധ്യായത്തിൽ. എന്നാൽ യൂദ അങ്ങനെ എപ്പോഴെങ്കിലും പ്രത്യക്ഷമായി, ഉള്ളിലുണ്ടോ നമുക്കറിയില്ല, പ്രത്യക്ഷമായി ഒരു അധികാരത്വര, ഒരധികാര മോഹം പ്രകടിപ്പിച്ചതായി അങ്ങനെ നേരിട്ടുള്ള സൂചനകളൊന്നുമില്ല. 5-ാമത് നമ്മൾ യൂദായെക്കുറിച്ച് വായിക്കുമ്പോൾ ഓരോ പൈസയും വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കണമെന്ന് ശാഠ്യമുള്ള ആളാണ്. എന്ന് പറഞ്ഞാൽ ധൂർത്ത് ഒട്ടും ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഒരു സ്ത്രീ വന്ന് വിലയേറിയ സുഗന്ധദ്രവ്യം കൊണ്ട് പൊട്ടിച്ച് യേശുവിന്റെ കാലിലും ഉടലും പുരട്ടുമ്പോൾ ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്ന യൂദ അത് നോക്കിയിട്ട് പറയാ, ശോ, ഈ കാശുണ്ടായിരുന്നെങ്കിൽ എത്ര പേരെ നമുക്ക് പോറ്റായിരുന്നു. അപ്പൊ ശരിക്കും പണം ദുരുപയോഗം ചെയ്യാത്ത, ഒട്ടും ആഡംബര മോഹമില്ലാത്ത ഒരു മനുഷ്യനാണ് യൂദ. അങ്ങനെ ഒറ്റ നോട്ടത്തിൽ തരക്കേടില്ലാത്ത ഒരു മനുഷ്യനായി, നമ്മളെക്കാൾ ഭേദമുള്ള ഒരു മനുഷ്യനായി യൂദായെ കാണുന്നത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല. 5 പ്രത്യേകതകളാണ് ഞാൻ പറഞ്ഞത്. 1, നല്ല വിദ്യാഭ്യാസമൊക്കെ ഉണ്ട്, കാര്യപ്രാപ്തിയുള്ള ആളാണ്. 2, എടുത്തു ചാടി ഒന്നും സംസാരിക്കത്തില്ല. 3, നമ്മൾ പറഞ്ഞത് ഒരു സംശയവും കർത്താവിനോട് സൂചിപ്പിക്കാത്ത ആളാണ്. അധികാരത്തോട് എപ്പോഴും ഒരു അകലം പാലിച്ചിരുന്നയാളാണ്. ഓരോ രൂപയും ശ്രദ്ധിച്ച് വിനിയോഗിക്കണമെന്ന് നിഷ്കർഷയുള്ള ആളാണ്. എന്നാൽ ഇങ്ങനെയൊക്കെയുള്ള സൽഗുണങ്ങൾ ഉണ്ടായിട്ടും യേശു ഈ മനുഷ്യനെ നോക്കി പറയുകയാണ്, ഈ മനുഷ്യൻ ജനിക്കാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഒരു മനുഷ്യനെ കുറിച്ച് മറ്റൊരാൾക്ക് പറയാൻ കഴിയുന്ന ഏറ്റവും മാരകമായ ഒരു വാചകമാണ്, നീയൊക്കെ ജനിക്കാതിരുന്നെങ്കിൽ. ചില സമയത്ത് നമ്മൾ പറയത്തില്ലേ, നിന്നെയൊക്കെ പഠിപ്പിക്കുന്ന നേരം കൊണ്ട് 4 വാഴ വെച്ചിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു. പക്ഷെ കർത്താവ്
വാഴ അധികം കണ്ടിട്ടില്ലാത്തതുകൊണ്ടായിരിക്കും കർത്താവ് കുറച്ചുകൂടെ അത് ഒന്ന് പരിഷ്കരിച്ചിട്ട് പറയുക, നീയൊക്കെ ജനിക്കാതിരുന്നെങ്കിൽ എത്ര. ചിലപ്പോൾ നമ്മുടെ അമ്മമാര് തന്നെ പിള്ളേരോട് പറയും, ഏതു നേരത്താടാ നീയൊക്കെ എൻ്റെ വയറ്റിൽ എന്ന് പറയുന്നത് എപ്പോഴും അങ്ങ് വല്ലാതെ സങ്കടം സഹിക്കുമ്പോൾ, ഈ ചെറുക്കൻ ചെയ്യുന്നതൊന്നും തീരെ ഉൾക്കൊള്ളാൻ പറ്റാതെ വരുമ്പോൾ മനസ്സ് പൊട്ടി പറയുന്ന വാചകമാണ്, നീയൊക്കെ ജനിക്കാതിരുന്നെങ്കിൽ. യേശു എത്രത്തോളം വേദനിച്ചിട്ടായിരിക്കും 3.5 കൊല്ലം തൻ്റെ കൂടെ നടന്ന്, യേശു ആ സെമിനാരിയുടെ പ്രിൻസിപ്പലാ, താൻ നേരിട്ട് പഠിപ്പിച്ച യൂദ ഇങ്ങനെ കൊലച്ചു പോയത് കണ്ടിട്ട് പറയുക, ഇവൻ ജനിക്കാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പരാമർശം, അതും യേശുവിൻ്റെ നാവിൽ നിന്ന് തൻ്റെ പ്രിയ ശിഷ്യന്മാരിൽ ഒരുവനായ യൂദായെക്കുറിച്ച് ഉണ്ടായത്? 4 കാര്യങ്ങൾ ഇന്ന് ഒരുമിച്ച് വേഗത്തിൽ ധ്യാനിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒന്ന്, യൂദായെക്കുറിച്ച് പറയാവുന്ന ആദ്യത്തെ ഒരു നിരീക്ഷണം, ജൂഡസ് ദ മാൻ ഹു സോൾഡ് ഹിംസെൽഫ്. യൂദ തന്നെ തന്നെ വിറ്റ മനുഷ്യൻ. the man who sold himself, one who sold himself. സ്വയം വിൽക്കുക. ഈ സ്വയം വിൽക്കുക എന്ന് നമ്മൾ കേൾക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലോട്ട് വരുന്നത് ശരീരം വിൽക്കുന്നവരെ കുറിച്ചാണ്. ശരീരം വിൽക്കുന്നവരെ, പണത്തിനു വേണ്ടി വിൽക്കുന്നവരെ ഒരു നാട്ടിലും മാന്യരായി പരിഗണിക്കില്ല. അങ്ങനെയുള്ളവർക്ക് നമ്മൾ ചില നാട്ടുപദങ്ങൾ മാറ്റിവെച്ചിട്ടുണ്ട് അവർക്ക് വേണ്ടി. ചിലതൊക്കെ മൈക്കിൽ കൂടെ പറയാവുന്നതാണ്, ചിലതൊക്കെ മൈക്കിൽ കൂടി പറയാൻ പാടില്ലാത്തതാണ്. എന്നാൽ മൈക്കിൽ കൂടി പറയാവുന്ന ഒരു വാക്കുണ്ട്, സെക്സ് വർക്കർ. അല്ലെങ്കിൽ ആ വാക്ക് ഉപയോഗിക്കുന്നതിന് മുൻപ് നമ്മൾ അത്തരക്കാരെ വിളിച്ചുകൊണ്ടിരുന്നത് പ്രോസ്റ്റിറ്റ്യൂട്ട്സ് എന്നാണ്. ഇപ്പൊ നമ്മൾ ആരും അത്തരം വാക്ക് ഉപയോഗിക്കാറില്ല. ശരീരം വിൽക്കുന്നവനെ ലൈംഗിക തൊഴിലാളി എന്നോ അല്ലെങ്കിൽ ശരീരം വിൽക്കുന്നവരെ അഭിസാരികയെന്നോ വേശ്യയെന്നോ ഒക്കെ പറഞ്ഞ് നമ്മൾ വല്ലാതെ ആക്ഷേപിക്കും. എന്നാൽ ഒരാൾക്ക് സ്വയം വിൽക്കാൻ ശരീരം തന്നെ വേണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ നാവ് വിൽക്കാം, നിങ്ങൾക്ക് നിങ്ങളുടെ ബുദ്ധി വിൽക്കാം, നിങ്ങൾക്ക് നിങ്ങളുടെ മനസാക്ഷി വിൽക്കാം. എന്തുകൊണ്ടാണെന്നറിയില്ല, ശരീരം വിൽക്കുന്നവർ അമാന്യരും, മനസാക്ഷി വിൽക്കുന്നവർ മാന്യരുമായി മാറുകയാണ്. എന്നാൽ ഇത് രണ്ടും സ്വയം വിൽക്കുന്നതിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ്. ശരീരം വിൽക്കുന്നവരെ കുറിച്ചല്ല ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്, സ്വന്തം മനസാക്ഷിയെ വിൽക്കുന്നവരെ കുറിച്ചാണ്. ഈ മനസാക്ഷി എന്നത്, നമ്മൾ ഈ IPL-ലൊക്കെ ഇപ്പം കളിക്കാരെ ലേലം വിളിക്കും എന്നു പറഞ്ഞതുപോലെ നമ്മളിൽ ചിലരുടെയെങ്കിലും മനസാക്ഷി ലേലത്തിന് വെച്ചിരിക്കുക. ചിലർക്ക് വേണ്ടത് പണമാണ്, മറ്റു ചിലർക്ക് വേണ്ടത് സ്ഥാനമാണ്, മറ്റു ചിലർക്ക് വേണ്ടത് അംഗീകാരമാണ്. എന്തും കൊടുക്കും, എന്തും വിൽക്കും. ചിലർ ശരീരം വിൽക്കും, ചിലർ സ്വന്തം മനസാക്ഷിയെ വിൽക്കും. ഈ സ്വന്തം മനസാക്ഷിയെ വിൽക്കുക എന്ന് പറഞ്ഞാൽ
എനിക്കെപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ മനസാക്ഷി എന്നത് ഒരു ബൾബിന്റെ ഫിലമെന്റ് പോലാണെന്ന് തോന്നിയിട്ടുണ്ട്. ഇത് ഫിലമെന്റ് ഉള്ള കാലത്തെ ബൾബിന്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഇപ്പൊ പിന്നെ അതൊന്നും ഇല്ല. ഇപ്പൊ ഈ ഉദാഹരണമൊക്കെ പറയുന്നതിന് വലിയ പരിമിതികളുണ്ട്. കോഴി തൻ്റെ കുഞ്ഞുങ്ങൾ, ഏത് കോഴി? മുട്ടയല്ലാതെ ഒന്നും കണ്ടിട്ടില്ല. അതുകൊണ്ട് ഈ വേദപുസ്തകത്തിലെ ഈ ഇപ്പൊ പണ്ടൊക്കെയാണെങ്കിൽ നമ്മൾ ഹിന്ദി 5 വാക്ക് എഴുതാൻ സ്കൂളിൽ പറയുമ്പോൾ ഗായ് ദൂത് ദേത്താ ഹേ, ഗായ് ഗോബർഗ് ദേത്താ ഹേ എന്നൊക്കെ പറയും. ഇപ്പൊ ഏത് ഗായ്? ഇപ്പൊ ഗായ് എന്ന് പറഞ്ഞാൽ GUY, ഗായ്സ്, ഇത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പശുവിനെ കാണാത്തവരും കോഴിയെ കാണാത്തവരും കോഴിക്കുഞ്ഞിനെ കാണാത്തവരും ആകെ കാണുന്നത് മുട്ട മാത്രമാണ്. ഇവന്റെ വിചാരം ഈ മുട്ടയായിട്ടുണ്ടാവുന്നതാണ്. അപ്പൊ ഈ ഫിലമെന്റ് ഉള്ള കാലത്തെ ബൾബിന്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഒരു മനുഷ്യൻ, ഇവിടെ ഇരിക്കുന്നവർ നിങ്ങളെ ഒരു പ്രായം വെച്ചിട്ടാണ് ഞാൻ ആ ഉദാഹരണം തന്നെ പറഞ്ഞത്. ഫിലമെന്റ് ഉള്ള ബൾബ് കണ്ടവരാണ് മിക്കവാറും. മുടി നോക്കിയൊന്നും പറയാൻ പറ്റൂല, കാരണം ഏതാ ഗോദ്രേജ് ഏതാ അല്ലാത്തതെന്നൊന്നും അറിയാൻ പറ്റാത്തതുകൊണ്ട്. എങ്കിലും മൊത്തത്തിലൊന്ന് നോക്കിയപ്പോൾ ഏതാണ്ട് ഫിലമെന്റ് കണ്ടിട്ടുള്ളവരാണ്. സ്റ്റേജിൽ പിന്നെ മുഴുവൻ ഫിലമെന്റ് കണ്ടവരാ അല്ലേ? എന്താണ് ഫിലമെന്റ് ബൾബ് എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ ഉദാഹരണം, അതിന്റെ അർത്ഥം എന്താണ്? നമ്മള് സ്വിച്ച് ഓൺ ആക്കും, കത്തുന്നില്ലെങ്കിൽ നമ്മൾ വിചാരിക്കും ഇനി കറണ്ട് ഇല്ലാത്തതാന്ന് വിചാരിക്കും. അപ്പൊ നമ്മൾ ഫാൻ ഓൺ ആക്കുമ്പോൾ ഫാൻ കറങ്ങുന്നുണ്ട്. അപ്പൊ എന്തോ പറ്റി? കറണ്ട് ഇല്ലാത്തതല്ല, ബൾബിന് പുറമേ നോക്കിയിട്ട് ഒരു കുഴപ്പവുമില്ല. അപ്പൊ നമ്മൾ ചെന്ന് അതൊന്ന് എടുത്ത് ഊരി നോക്കുമ്പോഴാണ് ഇതിന്റെ ഫിലമെന്റ് അടിച്ചുപോയി എന്ന് മനസ്സിലാവും. ഇന്ന് അനേക ദൈവമക്കളുടെയും ഫിലമെന്റ് അടിച്ചുപോയവരെ. പരിശുദ്ധാത്മാവിനല്ല, അതിലും വലിയ ആത്മാവ് വന്നാലും കത്തത്തില്ല, തീ പോലെ ഇറങ്ങണം. എവിടാ ഫിലമെന്റ് അടിച്ചുപോയവന്റെ തീ ഇറങ്ങിയിട്ടൊന്നും ഒരു കാര്യമില്ല. അതുകൊണ്ടാണ് എത്ര കൺവെൻഷൻ നടന്നാലും എത്ര പ്രാവശ്യം കുർബാനയിൽ പങ്കെടുത്താലും ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയില്ല. അതിന്റെ കാരണം ഫിലമെന്റ് ഇല്ലല്ലോ. എന്തുകൊണ്ടാണ് നമുക്ക് ലോകത്തിന്റെ വെളിച്ചമായി മാറാൻ കഴിയാത്തത്? എന്തുകൊണ്ടാണ് നമ്മളുടെ ഹൃദയമൊക്കെ ഇങ്ങനെ വളരെ കഠിന ഹൃദയരായി മാറിയത്? അടുത്ത സമയത്ത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു വാചകമാണ് കാൽസിഫൈഡ് ഹാർട്ട്. ഫിലമെന്റ് അടിച്ചു പോയാൽ നമ്മളെ രക്ഷിക്കാൻ ആർക്കുമാവില്ല. അവസാന നിമിഷം വരെ യേശു ശ്രമിച്ചിട്ട് യൂദായെ രക്ഷിക്കാൻ കഴിയാതെ പോയതിന്റെ കാരണം അവന്റെ ഫിലമെന്റ് അടിച്ചുപോയി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു പക്ഷേ നമ്മളൊക്കെ ശരീരം വിൽക്കുന്നവരല്ല. അതുകൊണ്ട് തന്നെ നമുക്കൊക്കെ സമൂഹത്തിൽ തരക്കേടില്ലാത്ത മാന്യതയും സ്ഥാനവുമുണ്ട്. നമ്മളാരും അത്ര ദുഷ്ടരോ മോശക്കാരോ അല്ല. എന്നിട്ടും ദൈവത്തിനും ദൈവവചനത്തിനും കൂദാശകൾക്കും നമ്മിൽ യാതൊരു ചലനവും ഉളവാക്കാൻ കഴിയുന്നില്ലെങ്കിൽ, നമ്മിലൂടെ ഒരല്പം പോലും വെളിച്ചം പുറത്തേക്ക് പ്രകാശിക്കുന്നില്ലെങ്കിൽ, അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ. എന്തോ അടിച്ചുപോയി, ഫിലമെന്റ് അടിച്ചുപോയി. ശാന്തമായി ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മളെ ആർക്കെങ്കിലും വിറ്റിട്ടുണ്ടോ? എല്ലാ കാലത്തും ഇങ്ങനെ സ്വയം വിൽക്കുന്നവർ പല രൂപങ്ങളിൽ നമ്മുടെ മുൻപിൽ വരും. അത് പുരാണങ്ങളിലാണെങ്കിൽ ശകുനിയുടെയും സാഹിത്യത്തിലാണെങ്കിൽ ഇയാഗോയുടെയും രൂപത്തിൽ വരും. പുരാണങ്ങളിൽ അവർ അതിന് ശകുനി എന്ന് പേര് വിളിക്കും. ചതിയന്മാർ, സ്വന്തം മനസാക്ഷി വിറ്റവർ. ഷേക്സ്പിയറിനോട് ചോദിച്ചാൽ ഷേക്സ്പിയർ അയാളെ ഇയാഗോ എന്ന് വിളിക്കും. എമ്പുരാൻ സിനിമയുടെ തിരക്കഥാകൃത്തായ പൃഥ്വിരാജിനോട് ചോദിച്ചാൽ പൃഥ്വിരാജ് അയാളെ മുന്ന എന്ന് വിളിക്കും. അത് മുന്നായാലും ഇയാഗോയായാലും ശകുനിയായാലും യൂദാസ് ആയാലും
ഒറ്റ അർത്ഥമേ ഉള്ളൂ, അവർ അവരുടെ മനസ്സാക്ഷിയെ വിറ്റവരാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. മനസ്സാക്ഷിയെ മാത്രമല്ല സ്വയം വിൽക്കുന്നതിൻ്റെ ഭാഗമായി നമ്മൾ വിൽക്കുന്നത്. ചിലപ്പോൾ നമ്മുടെ നാവിനെ മറ്റുള്ളവർ വാടകയ്ക്കെടുക്കും. വാടകയുള്ള വർത്തമാനം പറയുമ്പോഴേ ഓർത്തോണം, ഈ നാവ് വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന. അതിന് സഭയെന്നോ മതമെന്നോ ജാതിയെന്നോ ഇല്ല. എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്ന് പറഞ്ഞതുപോലെ ആർക്കോ വേണ്ടിയിട്ട് അനക്കുന്ന നാവായി നമ്മൾ മാറിയിട്ടുണ്ടോ? ഈ നാവ് ആർക്ക് കൊട്ടേഷൻ കൊടുത്തിരിക്കുന്നതാണ്? മനസാക്ഷി കൊട്ടേഷൻ കൊടുക്കുക. നാവ് മറ്റുള്ളവരുടെ കയ്യിലെ ആയുധമായി മാറുകയാണ്. എന്താണ് സംസാരിക്കുന്നതെന്ന് ആരെങ്കിലും പറഞ്ഞു തരും. ഈ പ്രോംപ്റ്റിംഗ് എന്നൊരു വാക്കുണ്ട് നാടകത്തിലൊക്കെ. ഇപ്പൊ AI കാലത്തും ഈ പ്രോംപ്റ്റിംഗ് എന്ന് പറയുന്നൊരു വാക്കുണ്ട്. ശരിക്കും നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ തന്നെ വാക്കുകളാണോ? പള്ളികളിൽ തെരഞ്ഞെടുപ്പും വരുമ്പോഴും ഇലക്ഷൻ വരുമ്പോഴും പൊതുയോഗത്തിൽ പ്രശ്നങ്ങളും ഒക്കെ വരുമ്പോൾ പലരും പലരുടെയും നാവ് വാടകയ്ക്ക് കൊടുത്തിരിക്കുക. അവരാരും സംസാരിക്കുന്നത് അവരുടെ വാക്കുകളല്ല. വേറെ ചില ആളുകൾ അവരുടെ ബുദ്ധി വാടകയ്ക്ക് കൊടുത്തിരിക്കുക. അതുകൊണ്ടാണ് എന്ത് ദൈവവചനം പറഞ്ഞാലും തലയ്ക്കകത്തോട്ട് കയറാത്തതിന്റെ കാരണം ഈ തലയ്ക്കകത്ത് വേറെ ആരോ കയറിയിരിക്കുക. സ്വയം വിൽക്കുന്നത് ശാപഗ്രസ്തമായ ജീവിതമാണെന്ന് ദൈവവചനം നമ്മളെ ഓർമ്മിപ്പിക്കുക. ഞാൻ ഇങ്ങനെ ഒരു വാചകം എവിടെയോ വായിച്ചത് ഞാൻ കുറിച്ചു വെച്ചിട്ടുണ്ട്. ജൂഡസ് ഫോളോഡ് ജീസസ് വിത്ത് ഹിസ് ഫീറ്റ്, നോട്ട് വിത്ത് ഹിസ് ഹാർട്ട്. യൂദ യേശുവിനെ കാലുകൊണ്ടാണ് അനുഗമിച്ചത്, ഹൃദയം കൊണ്ടല്ല. ആർ വി ഫോളോയിങ് അവർ മാസ്റ്റർ വിത്ത് അവർ ഫീറ്റ് ഓർ വിത്ത് അവർ ഹാർട്ട്? എന്തെല്ലാം നന്മകളുണ്ടായിട്ടും യേശു ചങ്കുപൊട്ടി യൂദായെ നോക്കി പറയാ, ഇവനൊക്കെ ജനിക്കാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഇന്ന് രാത്രി കർത്താവ് നമ്മെ നോക്കി പറയൂ, നീയൊക്കെ ജനിക്കാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. കർത്താവ് എന്നെ നോക്കി പറയുമോ, നീയൊക്കെ ജനിക്കാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. നാവും മനസാക്ഷിയും ബുദ്ധിയുമൊക്കെ വാടകയ്ക്ക് കൊടുത്താൽ നമ്മളും യൂദായും തമ്മിൽ എന്തെങ്കിലും കാര്യമായ വ്യത്യാസമുണ്ടോ? 2, യൂദായെക്കുറിച്ച് പറയാവുന്ന രണ്ടാമത്തെ നിരീക്ഷണം, ജൂഡസ് ഹാഡ് ദ മൈൻഡ് സെറ്റ് ഓഫ് സെൽഫിഷ് കാൽക്കുലേഷൻസ്. ഞാൻ സാധാരണ ഇങ്ങനെ ഇംഗ്ലീഷ് പറയുന്നതല്ല, ഇതിപ്പോൾ നിങ്ങളുടെ കൺവെൻഷൻ ആയതുകൊണ്ടും നിങ്ങൾ ഇച്ചിരി കൂടിയ ആളുകളാണെന്ന് എനിക്കൊരു തെറ്റിദ്ധാരണ ഉള്ളതുകൊണ്ടും ഞാനൊരു ഓഞ്ഞച്ചനല്ലെന്ന് നിങ്ങൾക്ക് തോന്നാതിരിക്കാനും വേണ്ടിയൊക്കെ ഇതൊന്നും എനിക്കറിയാവുന്ന വാക്കൊന്നുമല്ല. എൻ്റെ പറച്ചിൽ കേൾക്കുമ്പോൾ തന്നെ അറിയരുത്, ശ്വാസം മുട്ടി പറയുന്നു. ആൻഡ് ജൂഡസ് ഹാഡ് ദ മൈൻഡ് സെറ്റ് ഓഫ് സെൽഫിഷ് കാൽക്കുലേഷൻസ്. കുറച്ചുകൂടെ ഒന്ന് ലളിതമായി പറഞ്ഞാൽ, യൂദ എല്ലാ കാര്യങ്ങളും വളരെ കണക്കുകൂട്ടലുകളോടുകൂടെ ചെയ്തിരുന്നതാണ്. യൂദ എന്ത് ചെയ്യുമ്പോഴും അദ്ദേഹത്തിന് കൃത്യമായ ചില കാൽക്കുലേഷൻസ് ഉണ്ടായിരുന്നു. യൂദായെക്കുറിച്ച് പറയുന്നത് ഈ മറ്റ് അപ്പോസ്തലന്മാരിൽ നിന്നും വ്യത്യസ്തമായി, മറ്റവരൊക്കെ ഈ ഫിഷറീസ് വകുപ്പിൽപ്പെട്ടതാണ്, അവരൊക്കെ മീൻ പിടിച്ചൊക്കെ നടന്നവരാ. എന്നാൽ ഈ യൂദായെക്കുറിച്ച് ഉള്ള ഒരു പാരമ്പര്യം, യൂദ യഹൂദന്മാരുടെ കൂട്ടത്തിലെ
ഒരു തീവ്രവാദ സംഘം, തീവ്രവാദം എന്ന് പറയുമ്പോൾ ടെററിസ്റ്റ് എന്നുള്ള അർത്ഥത്തിലല്ല, ആവേശം കൂടുതലാണ്. നമുക്കറിയാലോ, നമ്മുടെ സഭയിലും എന്തുണ്ട്, ആവേശം ഇച്ചിരി കൂടുതലുള്ളവരില്ലേ, കനോനോന്നൊക്കെ കേൾക്കുമ്പോൾ ഇങ്ങനെ തുള്ളുന്നില്ലേ, ഏതാണ്ട് ആ ടൈപ്പാണ്. സീൽ എന്ന് പറയും. പൗലോസ് അപ്പോസ്തലനെ കുറിച്ചും പറയുന്നത് ഹി വാസ് സെലസ്, എരിവുള്ളവർ. അത് മീൻകറി കൂട്ടണമെന്നൊന്നുമില്ല, അല്ലേ? അവർക്ക് ഇച്ചിരി എരിവ് കൂടുതലാണ്, അവരെ സെലസ് ആണ്. അങ്ങനെ സീല് കൂടുതലുള്ള ഒരു വിഭാഗമുണ്ട്, അവരെ സെലറ്റ്സ് എന്നാണ്. നമ്മുടെ കുറച്ചുകൂടെ പറഞ്ഞാൽ ഇച്ചിരി തീവ്രമായ ചിന്താഗതിയുള്ള മനുഷ്യരെന്ന് പറയും. അപ്പോൾ ഇവർക്ക് ഇച്ചിരി ആവേശം കൂടുതലായതുകൊണ്ട് യേശുവിൻ്റെ കൂടെ കൂടിയതിൻ്റെ ഒരു കാരണം, യേശു ദൈവപുത്രനാണ്, യഹൂദന്മാർ കാത്തിരുന്ന മശിഹായാണ്, റോമാക്കാരെ യഹൂദന്മാരുടെ നാട്ടിൽ നിന്നും ഓടിക്കാൻ പ്രാപ്തിയുള്ള ആളാണ് യേശു എന്ന് മനസ്സിലാക്കിയാണ് യൂദ യേശുവിൻ്റെ ഒപ്പം കൂടുന്നത്. അതുകൊണ്ട് യേശുവിൻ്റെ അപ്പോസ്തോലിക സംഘത്തിൽ ചേർന്ന അന്ന് മുതൽ ഇപ്പം ദൈവരാജ്യം സ്ഥാപിക്കും, ഇപ്പം ദൈവരാജ്യം സ്ഥാപിക്കും, ഇങ്ങനെ ഇപ്പൊ സ്ഥാപിക്കും, ഇപ്പൊ സ്ഥാപിക്കും, ഇപ്പൊ സ്ഥാപിക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നല്ലാതെ ഇതൊട്ട് സ്ഥാപിക്കുന്നില്ല. പഴയ ഒരു മിഥുന സിനിമയില് തേങ്ങ കൈ പിടിച്ചിട്ട് ഇപ്പൊ തലപൊട്ടും, ഇപ്പൊ തലപൊട്ടും എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കണ്ടിട്ടില്ലേ? അയ്യോ സോറി, ഞാൻ തെറ്റിദ്ധരിച്ചു പോയി. ആറ് കണ്ടിട്ടുണ്ടോ? പോട്ടെ, ഒരു ഭാവിയെങ്കിലും കണ്ടുമുട്ടാൻ പറ്റിയത് വലിയ സ്വന്തം. അപ്പൊ ഒരു തേങ്ങ പിടിച്ചിട്ടുണ്ട്, അവിടെ ഒരു കൂടോത്രം നടക്കുക. അപ്പൊ ഈ തേങ്ങ എറിഞ്ഞ് പൊട്ടിച്ചു കഴിഞ്ഞാൽ കണ്ടവരൊക്കെ ഉണ്ട് എൻ്റെ കൂട്ടത്തിൽ, തല പൊട്ടും. ആരാണോ കൂടോത്രം, അപ്പൊ ഈ തേങ്ങ പിടിച്ചോണ്ട് ഇപ്പൊ പൊട്ടും. അപ്പൊ കണ്ടോണ്ടിരിക്കുന്ന പറയും, കുറച്ചു നേരമാണല്ലോ ഇയാൾ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് പൊട്ടിക്കുന്നില്ല, അയാൾ ആ തേങ്ങ വാങ്ങിച്ച് പൊട്ടിക്കുന്നുണ്ട്. അപ്പൊ യൂദ 3.5 കൊല്ലം കൊണ്ട് ഇപ്പം ദൈവരാജ്യം സ്ഥാപിക്കും, ഇപ്പൊ ദൈവരാജ്യം സ്ഥാപിക്കും. 3.5 കൊല്ലമായിട്ട് ഈ കർത്താവ് ക്ഷമിക്കുക, സഹിക്കുക. ഇത് എന്തൊരു ഇടപാടായത്! ദൈവരാജ്യം ഒട്ട് സ്ഥാപിക്കുന്നു. അവസാനം സഹികെട്ട് യൂദ വിചാരിച്ചു, ഒരുപക്ഷെ യേശുവിനെ തൻ്റെ പൂർണ്ണ ദൈവത്വം വെളിപ്പെടുത്താൻ, തൻ്റെ പൂർണ്ണമായ ദൈവിക ശക്തി വെളിപ്പെടുത്താനുള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ചാൽ യേശു ഒരു പക്ഷേ നമ്മൾ ഭഗവത്ഗീതയിലൊക്കെ പറയുന്നത് പോലെ വിശ്വരൂപം കാണിച്ചാലോ? അതുകൊണ്ട് യേശു തൻ്റെ വിശ്വരൂപം കാണിക്കുമെന്ന പ്രതീക്ഷയിൽ യൂദ ഒരു സാഹചര്യം സൃഷ്ടിക്കുകയാണ്. പക്ഷേ എന്തൊക്കെ കണക്കുകൂട്ടലായിരുന്നു! യേശു യൂദായുടെ കണക്കുകൂട്ടലിനനുസരിച്ചല്ല പ്രതികരിച്ചത്. ഒരുപക്ഷെ സ്വർഗത്തിൽ നിന്ന് ദൂതന്മാരെ ഇറക്കി ഈ റോമാക്കാരെ മുഴുവൻ നശിപ്പിക്കുമെന്ന് യൂദ കരുതി. പക്ഷേ അവരെ നശിപ്പിക്കുന്നതിന് പകരം യേശു തന്നെ തന്നെ അവർക്ക് വിട്ടുകൊടുക്കുകയാണ്. ഇത് യൂദായുടെ കണക്കുകൂട്ടലിന് വളരെ വിരുദ്ധമായിരുന്നു. യൂദ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന രണ്ടാമത്തെ കാര്യം, ജീവിതത്തിൽ ഒത്തിരി കണക്കുകൂട്ടി ജീവിക്കുന്നവരാണ് നമ്മളിൽ പലരും. നമ്മൾ എന്ത് ചെയ്താലും അതിനൊരു ഒന്നും കാണാതെ ഉപ്പാ കിണറ്റിലിറങ്ങത്തില്ലെന്ന് നമ്മൾ നാടൻ ഭാഷയിൽ പറയുന്ന പോലെയാ. എല്ലാത്തിനും ഒരു കണക്കുകൂട്ടലുണ്ട്. പിള്ളേരുടെ കല്യാണം ആലോചിക്കുമ്പോൾ നല്ല ചെറുക്കനുണ്ടോ എന്ന് ചോദിക്കും. പക്ഷെ ഇളയ മോനാണേ വേണ്ട, കാരണം ആരെ നോക്കേണ്ടി വരും? എന്തൊരു കണക്കുകൂട്ടലാണെന്നറിയോ? ഒറ്റ ചെറുക്കനാണെങ്കിലോ വേണ്ട. അച്ഛന്മാരും വ്യത്യാസമൊന്നുമില്ല. അപ്പൊ കല്യാണമല്ല, കല്യാണത്തോട് ചേർന്നുള്ള നമ്മുടെ ചില കണക്കുകൂട്ടലുണ്ടല്ലോ. ഒന്നും സ്നേഹത്തിൽ ചെയ്യാൻ കഴിയാതെ എല്ലാം
കണക്ക് കൂട്ടി ജീവിക്കുന്ന, വേണമെങ്കിൽ നമുക്കതിനെ ജൂഡസ് കാൽക്കുലസ് എന്ന് വിളിക്കാം. നിങ്ങളിൽ ചിലർക്കറിയാവുന്നതുപോലെ ഞാൻ മർത്തോമാ സഭയിൽ എപ്പിസ്കോപ്പൽ ഇലക്ഷൻ ഒരു പ്രാവശ്യം നിന്ന് 8 നില പൊട്ടി ശശിയായ ആളാണെന്ന് നിങ്ങളിൽ ചിലർക്കൊക്കെ അറിയാം. അപ്പൊ 2ാമത്തെ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ പറഞ്ഞു, സന്തോഷം, എന്നെ വെറുതെ വിട്ടേര്. അപ്പം ഞാൻ മെത്രാപ്പോലിത്തായ്ക്ക് എഴുതി കൊടുത്തു, എനിക്ക് താല്പര്യമില്ല. അപ്പം ഇങ്ങനെ എഴുതി കൊടുത്തപ്പം 1-2 വല്യച്ഛന്മാർ എൻ്റെ അടുക്ക വന്നു. അവരെന്ന് പറയടോ, എന്താടോ ഇയാളുടെ പരിപാടി? ഞാൻ പറഞ്ഞു, ഇതൊക്കെ തന്നെയാണ് പരിപാടി, ഇനി ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല, ഇയാളങ്ങ് കേട്ട. അവർ കെട്ടിയതിൻ്റെ ക്ഷീണം അവരുടെ മാറിയിട്ടില്ല, എന്നെ കെട്ടിക്കാൻ വന്നേക്കും. അപ്പം ഞാൻ ചോദിച്ചു, അല്ല എന്തിനാ എന്നെ കെട്ടിക്കാൻ ഇത്ര നിർബന്ധം? അപ്പം എന്നോട് പറഞ്ഞു, വയസ്സുകാലത്ത് നോക്കാൻ ആരെങ്കിലും വേണമല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, കെട്ടി 6 മാസം കൊണ്ട് പുള്ളിക്കാർ തട്ടിപ്പോയാലോ? അവരെന്നോടുള്ള സ്നേഹത്തിലാണ് പറഞ്ഞത്. പക്ഷെ എന്തോ ഒരു കണക്ക് കൂട്ടലാണ്. എല്ലാം ഇങ്ങനെ കണക്ക് കൂട്ടി. കല്യാണം കഴിക്കുന്ന എന്തിനാണ്? നോക്കാൻ. വല്ലാത്ത കണക്ക് കൂട്ടലുകളോട് ജീവിക്കുന്നവരാണ് നമ്മളിൽ പലരും. നമ്മളിൽ ചിലരുടെ മക്കളൊക്കെ വിദേശത്തുണ്ട്. പ്രസവകാലമാകുമ്പോൾ വല്ലാത്തൊരു സ്നേഹമാണ് അപ്പനോടും അമ്മയോടും. നമ്മൾ കഷ്ടകാലം, മണ്ഡലകാലം എന്നൊക്കെ കേട്ടതുപോലൊരു കാലമാണ് പ്രസവകാലം. അപ്പോഴത്തേക്ക് ഡാഡി, സാധാരണ താടി എന്ന് വിളിക്കുന്നവനാ. അപ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മളോടൊരു സ്നേഹം നമ്മളെ എന്തു ചെയ്യും? കൊണ്ടുപോകും. ഇപ്പം പള്ളിയിലൊക്കെ പറയും, ഞാൻ ഉഗാണ്ടയ്ക്ക് പോവാ ഇനി 6 മാസം. എന്തിനാ പോന്നേ? അപ്പോൾ ഒരിക്കലൊരു പയ്യൻ എന്നോട് പറഞ്ഞു, അതുവരെ ഞാൻ അങ്ങനെ ചിന്തിച്ചിരുന്നില്ല. പക്ഷേ നാട്ടിൽ നിന്ന് അപ്പനും അമ്മയും വരുന്നുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, ഇനിയിപ്പോൾ പ്രത്യേകിച്ച് കൊച്ചു ചെറുതല്ലേ, ഇനിയിപ്പം ഉടനെ പ്രസവമൊന്നും ഇല്ലല്ലോ, പിന്നെ എന്തിനാ അവരെ വിളിക്കുന്നു? അല്ലേ ചാ, കൊച്ചല്ലേ, 1-1.5 വയസ്സൊക്കെ ഉള്ളൂ. അപ്പോൾ ഈ എല്ലാ ദിവസവും ഈ ചൈൽഡ് കെയറിലൊക്കെ വിടണമെങ്കിൽ ഒരു $60-65 ആവും. അതുകൊണ്ട് അപ്പനെ അമ്മയും കൊണ്ടുവന്നാൽ അധികം പൈസ ആവത്തില്ല. നേരത്തെയൊക്കെ ബുക്ക് ചെയ്താൽ, എയറേഷ്യ ആണെങ്കിൽ, എയറേഷ്യ നമുക്കറിയാലോ, പൊങ്ങിയാ പൊങ്ങി താന്നാ താന്നു എന്നുള്ള സാധനമാണ് അല്ലേ. നൗ എവരിവൺ ക്യാൻ ഫ്ലൈ. $1000 അങ്ങ് നിൽക്കും. അപ്പൊ ഈ അപ്പനും അമ്മയും 1 വർഷത്തേക്ക് വന്ന് ഇവിടെ നിന്നാൽ ചെലവ് എത്ര രൂപയാണ്? $1000. $60 വെച്ച് 30 ദിവസം പിള്ളാരെ പോട്ടെ, 60 ദിവസം വേണ്ട, അല്ലെങ്കിൽ ഒരു 2 മാസത്തെ പൈസ പോലും ആവത്തില്ല. എന്നിട്ട് അവൻ എന്നോട് പറയാച്ചാ, 1 മാസം 1 വർഷം കൊച്ചിനെ ബേബി സിറ്റിങ്ങിന് വിടണ്ട, എത്രായിരം രൂപയാച്ചാ ലാഭം. എന്നിട്ട് ഇവൻ ഒരു ഡയലോഗും കൂടെ പറഞ്ഞു, എൻ്റെ അച്ഛാ അമ്മമാരല്ലേ, നമുക്ക് ഭയങ്കര സുഖമാച്ച, രാവിലെ താമസിച്ച് എഴുന്നേറ്റാൽ മതി, നമ്മൾ എഴുന്നേൽക്കുമ്പോഴത്തേക്ക് അമ്മ ജോലിയെല്ലാം റെഡിയാക്കും, വീട് തൂക്കും, വൃത്തിയാക്കും, കൊച്ചിനെ സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരും, അല്ലെങ്കിൽ കൊച്ചിനെ ഭക്ഷണം കഴിപ്പിക്കും, വൈകിട്ട് വരുമ്പോഴത്തേക്ക് അത്താഴം എല്ലാം റെഡിയാക്കും. അപ്പോൾ സെർവൻറ്റ് കം. ഇവിടുന്ന് ചുരിദാർ വിട്ട് പോകുന്ന പോക്ക് കണ്ടാ ഉണ്ടല്ലോ, ട്രംപ് വിളിച്ചിട്ട് പോവാന്നും പറഞ്ഞാ പോന്നെ. ഓർത്തോണേ, ഒന്നും അത്ര പിടി കിട്ടിയോ, ചാടിക്കേറി പോവാ, എന്തോ ഇങ്ങോട്ടാ. എല്ലാരും അങ്ങനെയാണ് എന്നല്ല ഞാൻ ഈ പറഞ്ഞത്. എന്നാൽ ഈ കൂട്ടത്തിലും നമ്മളെ കാണാനുള്ള സ്നേഹം കൊണ്ട് വിളിക്കുന്നവരുണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞു. പക്ഷേ ചില ബുദ്ധിമാന്മാരെങ്കിലും ഈ കൂട്ടത്തിലുണ്ട്. അപ്പോ ആ ചെറുക്കൻ എന്നോട് പറയാം, അച്ഛാ $1000 ലാഭം. ഈ പാവം അപ്പനും അമ്മയും അറിയുന്നുണ്ടോ? പക്ഷേ നല്ല പിള്ളേരുണ്ട്. അതുകൊണ്ട് പോയിട്ട് വന്നവർക്കൊരു വിഷമം തോന്നണ്ട, ഇനിയും പോകാൻ ദൈവം അവസരം തരട്ടെ. ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ ചിലപ്പോൾ വളരെ ചുരുക്കം ചില മനുഷ്യരെ കാണത്തുള്ളൂ, എല്ലാവരും അങ്ങനെയാണെന്നല്ല. എന്നാൽ എല്ലാം ഇങ്ങനെ കണക്ക് കൂട്ടി ജീവിക്കുന്നവരുണ്ട്.
ഇതൊക്കെ ജൂഡസ് കാൽക്കുലസ് ആണ്. ഇത്രയധികം കണക്കുകൂട്ടലുകൾ ജീവിതത്തിൽ ആവശ്യമില്ല. 10 രൂപ സംഭാവന കൊടുത്താൽ അതെന്തിനു വേണ്ടിയാണ്? വല്ലാത്ത കണക്കുകൂട്ടലാണ് നമുക്ക്. ലൈവ് ആയതുകൊണ്ട് ഞങ്ങളുടെ സഭയിലെ 1-2 ഉദാഹരണം കൂടെ പറയണമെന്നുണ്ട്, പക്ഷെ അത് പറയുന്നില്ല. ഇനി ലൈവ് ഇല്ലാത്തൊരു പ്രാവശ്യം വിളിച്ചാൽ പറയാം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് വലിയ കണക്കുകൂട്ടലോടുകൂടാണ്. ഒന്ന്, സ്വയം വിറ്റയാളാണ് ജൂഡസ്, ദ വൺ ഹൂ സോൾഡ് ഹിംസെൽഫ്. സ്വന്തം മനസാക്ഷിയെ, സ്വന്തം നാവിനെ, സ്വന്തം ബുദ്ധിയെ വാടകയ്ക്ക് കൊടുത്ത, സ്വയം വിറ്റ ഒരു മനുഷ്യനെ നോക്കി യേശു പറയാ, ഇവനൊക്കെ ജനിക്കാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. കൃത്യമായ കണക്കുകൂട്ടലുകളോടുകൂടെ, കൃത്യമായ ലാഭ മോഹങ്ങളോടുകൂടെ യേശുവിനെ അനുഗമിക്കുന്നവർ, അത് വൈദികനായാലും അല്ലാത്തവരായാലും, ഇതൊന്നും ജൂദാസിന്റെ കാൽക്കുലസിൽ നിന്നും വലിയ വ്യത്യാസമില്ല. എന്താണ് കണക്കുകൂട്ടൽ? മൂന്നാമത്, യൂദായുടെ മറ്റൊരു പ്രത്യേകത, ഹി വാസ് ബ്ലൈൻഡ് ടു ലവ് ലാംഗ്വേജ്. യൂദായിക്ക് സ്നേഹത്തിന്റെ സാക്ഷരതയുള്ള ആളല്ല. ജൂഡസ് വാസ് ബ്ലൈൻഡ് ടു ലവ് ലാംഗ്വേജ്. എന്താണ് സ്നേഹത്തിന്റെ സാക്ഷരത എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം? കേരളം 100% സാക്ഷരതയുള്ള ഒരു സംസ്ഥാനമാണ്. എന്ന് പറഞ്ഞാൽ അക്ഷരങ്ങൾ കൂട്ടി വായിക്കാനും അതിൻ്റെ അർത്ഥം ഗ്രഹിക്കാനുമുള്ള കഴിവുള്ള ആളുകളെന്നാണ് അർത്ഥം. വായനാ ക്ഷമതയുള്ള അല്ലെങ്കിൽ അക്ഷരജ്ഞാനമുള്ള ഒരു പത്രക്കടലാസ് കിട്ടിയാൽ അല്ലെങ്കിൽ ടെലിവിഷനിലെ ഒരു സ്ക്രോള് കണ്ടാൽ അത് വായിക്കാൻ, അതിനാണ് നമ്മൾ സാക്ഷരത എന്ന് പറയുന്നത്. എന്നാൽ സ്നേഹം മനസ്സിലാകാത്ത മനുഷ്യർ സ്നേഹപരമായി നിരക്ഷരരാണ്. ലവ് ഇല്ലിറ്ററസി. ഒരുപക്ഷെ ഈ കാലത്തിന്റെ ഏറ്റവും വലിയ ശാപം യഥാർത്ഥ സ്നേഹം എന്താണെന്നും ആരാണ് സ്നേഹിക്കുന്നതെന്നും തിരിച്ചറിയാത്ത മനുഷ്യരാണ്. ഏറ്റവും വലിയ ദുര്യോഗം ലവ് ഇല്ലിറ്ററസിയാണ്. സ്നേഹം മനസ്സിലാകാത്ത മനുഷ്യർ. അവർക്ക് സ്നേഹം മനസ്സിലാകത്തില്ലെന്ന് മാത്രമല്ല, തങ്ങളെ ശരിക്കും സ്നേഹിക്കുന്നവരെ കണ്ടാൽ മനസ്സിലാകത്തുമില്ല. യൂദായുടെ വലിയ പ്രശ്നം, യൂദായിക്ക് സ്നേഹത്തിന്റെ, യഥാർത്ഥ സ്നേഹത്തിന്റെ സാക്ഷരത ഇല്ലായിരുന്നു. ഏതാനും നാളുകൾക്ക് മുൻപ് തിരുവനന്തപുരത്തിനടുത്ത് വെഞ്ഞാറമൂട്ടിൽ ഒരു കൊലപാതകം നടന്നു. ഒന്നല്ല, ഒരു 4-5 കൊലപാതകം നടന്നു. അവിടെ അഫാൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, അവൻ 4-5 പേരെ കൊന്നു. കൂട്ടത്തിൽ അവന്റെ പെറ്റതള്ളയും കൊല്ലാൻ ശ്രമിച്ചു എന്നാണ് പത്രവാർത്തകൾ. അങ്ങനെ പോലീസുകാർ അവരുടെ അന്വേഷണത്തിന്റെ ഭാഗമായി തലയ്ക്ക് മാരകമായ പരുക്കേറ്റ ആ അമ്മയെ കാണാൻ, ഉമ്മയെ കാണാൻ ഹോസ്പിറ്റലിലെത്തി. അപ്പോൾ പോലീസുകാർ അവരുടെ മഹസർ തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി, FIR തയ്യാറാക്കുന്നതിന്റെ ഒക്കെ ഭാഗമായി ഈ അഹാന്റെ അമ്മയോട് ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് പറ്റിയത് ഉമ്മ? എല്ലാവരും പറയുന്നത് ഇവൻ തലയ്ക്ക് ഉമ്മയെ അടിച്ചു എന്നാണ്. പക്ഷെ ഉമ്മ പറഞ്ഞ എന്താണെന്നറിയാം? എന്റെ കുഞ്ഞെന്നെ തലയ്ക്കൊന്നും അടിച്ചതല്ല, ഞാൻ സ്റ്റെപ്പേന്ന് വീണ് തല മുറിഞ്ഞതാണ്. ആ മുറിവ് കണ്ടാലേ അറിയാം, സ്റ്റെപ്പിൽ നിന്ന് വീഴുമ്പോഴുണ്ടാവുന്ന മുറിവും തലയ്ക്ക് അടിയേൽക്കുമ്പോഴുള്ള ക്ഷതവും കണ്ടാൽ
തിരിച്ചറിയാനൊക്കെ പറ്റും. പക്ഷെ ഉമ്മ സമ്മതിക്കൂല. ഞാൻ ആ വാർത്ത വായിച്ചപ്പോഴൊക്കെ ഓർത്തു, ആ ഉമ്മ അവനെ എത്രത്തോളം സ്നേഹിച്ചെന്ന്. അപ്പോൾ പോലും തൻ്റെ കുഞ്ഞിനൊന്നും പറ്റല്ലെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഉമ്മ. ആ ഉമ്മ പറയുന്നത് പച്ചക്കള്ളമാണെന്ന് കേൾക്കുന്നയാൾക്കും ഉമ്മയ്ക്കും അറിയാം. എന്നാൽ ഇത്രയൊക്കെ ചെയ്തിട്ടും തൻ്റെ മകനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരു ഉമ്മ. ആ ഉമ്മ അഹാനെ എത്ര സ്നേഹിച്ചിട്ടുണ്ടാവും. പറഞ്ഞിട്ടെന്താ പ്രയോജനം? സ്നേഹം മനസ്സിലാവത്തില്ലെങ്കിൽ എന്തു ചെയ്യും? തിരുവല്ലായിക്ക് അടുത്ത് വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവമാണ് കരിക്കൻ വില്ല കേസ്. മദ്രാസിലെ മോനെന്നറിയപ്പെടുന്ന റെനി ജയിലിൽ നിന്ന് പുറത്തിറങ്ങി ആദ്യ ചില ദിവസങ്ങളിൽ ഞങ്ങളുടെ തലവടിയിൽ ഒരു എക്യുമെനിക്കൽ കൺവെൻഷൻ വന്നു. അപ്പോൾ ഇങ്ങനെ സാക്ഷ്യം പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. അവർ പണം വാങ്ങാൻ വേണ്ടി വന്നതാണ്. ഒരിക്കലും അങ്ങനെ കൊല്ലണം എന്ന ആഗ്രഹമൊന്നുമില്ലായിരുന്നു. അവർ വന്നു, രാത്രി ഏറെ വൈകിയാണ് എത്തിയത്. ആ കരിക്കൻ വില്ലയിലെ അമ്മച്ചി ഈ റെനിക്കും ആ നൈജീറിയക്കാരൻ യുവാവിനും അന്ന് ഇന്നത്തെ പോലെ ഗ്യാസോ സൊമാറ്റോയോ ഒന്നുമുള്ള കാലമല്ല. അമ്മച്ചി എഴുന്നേറ്റ്, ഈ പിള്ളേർക്ക് വിശന്നു വരുമല്ലേ, ദൂരെ നിന്ന് വന്നവരല്ലേ, എന്തൊക്കെയോ അമ്മച്ചി, വയ്യാത്ത അമ്മച്ചി ഇവർക്കുണ്ടാക്കി കൊടുത്തു. അത് കഴിച്ചിട്ടും ഇവന്മാർക്ക് സ്നേഹം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഈ കാലത്തിന്റെ ഏറ്റവും വലിയ സങ്കടം, മനുഷ്യർക്ക് സ്നേഹം മനസ്സിലാവുന്നില്ല. നമ്മൾ യൂദായെ നോക്കിക്കേ. ഹി വാസ് സഫറിംഗ് ഫ്രം ലവ് ഇല്ലിറ്ററസി. സ്നേഹത്തിന്റെ നിരക്ഷരത വേട്ടയാടുന്ന ഒരാളായിരുന്നു. യേശു 3.5 കൊല്ലം യൂദായെ കൊണ്ടു നടന്നിട്ട് ഒരു മാറ്റവും യൂദായ്ക്കുണ്ടായില്ല. തന്നെ ഒറ്റിക്കൊടുക്കുന്ന ആ രാത്രിയിൽ യേശു യൂദായുടെ കാല് കഴുകി. ആ നിമിഷത്തിൽ പോലും അവന് യാതൊരു കുലുക്കവുമില്ല. ഫിലമെന്റ് അടിച്ചുപോയവനല്ലേ യേശു, ഗുരുവും നാഥനുമായ റബി യേശു. തന്നെ ഒറ്റിക്കൊടുക്കാൻ പോകുന്നവന്, തന്നെ കൊല്ലാനുള്ള ഒത്താശ ചെയ്തു കൊടുക്കുന്നവന്റെ കാല് കഴുകി. ഒരു കുലുക്കവുമില്ല. സ്നേഹം മനസ്സിലാവുന്നില്ല. അവിടെയും അവസാനിക്കുന്നില്ല. ആദ്യം അവിടെ കുർബാന, നമ്മൾ പറയുന്നുണ്ടല്ലോ, ആദ്യം കുർബാന കൊണ്ടത് ആരാണ്? യൂദായാണ്, അല്ലേ? അതുകൊണ്ട് ഈ കുർബാന കൊള്ളാനായിട്ട് ആദ്യം ഓടിപ്പോകുമ്പോൾ ഓർത്തോണം, പണ്ട് പോയത് ആരായിരുന്നു? നിങ്ങളുടെ പള്ളിയിലുണ്ടോയെന്ന് അറിഞ്ഞുകൂടെ? ഞങ്ങളുടെ അവിടെയൊക്കെ ഓട്ടം 1-ാം സ്ഥാനം. പാവം, പണ്ട് ഇതുപോലെ ഒരുത്തം പോയായിരുന്നു. ആ പുള്ളിയുടെ നമ്മൾ വിളിക്കുന്ന പേര്. യേശു അപ്പം എടുത്തിട്ട് പറഞ്ഞു, എന്നോടുകൂടെ കൈതാലത്തിൽ മുക്കുന്നവൻ തന്നെ എന്നെ ഒറ്റിക്കൊടുക്കും. അപ്പൊ യൂദാ ചോദിച്ചു, ഞാനാണോ? നീ തന്നെ. അപ്പം എടുത്തു കൊടുത്തു. ഒരു കുലുക്കവുമില്ല. അപ്പം എടുത്തു കൊടുത്തപ്പോൾ വേദപുസ്തകം പറയുന്നു, അവന്റെ ഉള്ളിൽ സ്നേഹമല്ല, അവന്റെ ഉള്ളിൽ സാത്താൻ കടന്നു. 3.5 കൊല്ലം കൂടെ കൊണ്ടു നടന്നിട്ട് സ്നേഹം മനസ്സിലാകാത്തവൻ, ഗുരുവായിരിക്കുന്ന കർത്താവ് കാല് കഴുകിയിട്ടും ഗുരുവിന്റെ സ്നേഹം മനസ്സിലാക്കാത്തവൻ, തന്റെ ശരീരം മുറിച്ചു കൊടുക്കുമ്പോൾ ആദ്യത്തെ അപ്പം കൊടുക്കാൻ യേശു തെരഞ്ഞെടുത്തിട്ടും സ്നേഹം മനസ്സിലാകാത്തവൻ, തന്നെ ഒറ്റിക്കൊടുക്കാൻ ഗദസമന തോട്ടത്തിൽ വരുന്ന യൂദായെ നോക്കി യേശു വിളിക്കുന്നത് സ്നേഹിത എന്നാണ്. അവന് സ്നേഹം മനസ്സിലാവില്ല. അവസാനം യൂദാ യേശുവിനെ ചുംബിക്കുമ്പോൾ തീർച്ചയായും യേശു ആ സ്നേഹത്തോട് റെസിപ്രോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. യേശുവും തിരിച്ച് അവനെ ചുംബിച്ചു. 3.5 കൊല്ലം കൂടെ കൊണ്ടു നടന്നിട്ടും അവന്റെ കാല് കഴുകിയിട്ടും ആദ്യം കർത്താവ് തന്റെ ശരീരം മുറിച്ചു കൊടുത്തിട്ടും
അവസാന നിമിഷം അവനെ സ്നേഹിത എന്ന് വിളിച്ചിട്ടും അവന് സ്നേഹചുംബനം നൽകിയിട്ടും സ്നേഹം മനസ്സിലാകാത്തവനെ നോക്കി യേശു പറയാ, ഇവനൊക്കെ ജനിക്കാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. എന്തൊരു ശാപമാണ് സ്നേഹം മനസ്സിലാക്കാത്ത അവസ്ഥ. രോഗമല്ല ശാപം, ദാരിദ്ര്യമല്ല ശാപം, ജീവിതത്തിന്റെ പരാജയങ്ങളല്ല ശാപം. സ്നേഹം എന്താണെന്നറിയാത്തതും സ്നേഹിക്കുന്നവരെ തിരിച്ചറിയാൻ കഴിയാത്തതുമാണ് ഏറ്റവും വലിയ ശാപം. സ്നേഹത്തിന്റെ സാക്ഷരതയില്ല എന്നതാണ് നാം ഇന്ന് നേരിടുന്ന പ്രതിസന്ധി. ഇപ്പൊ എല്ലാ സോഷ്യൽ മീഡിയയിലെല്ലാവരും പഞ്ചാണല്ലോ. എല്ലാവരും വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ പഞ്ചാണ്. അല്ല, മനസ്സിലായോ പഞ്ചെന്തോന്ന്? നിങ്ങൾ ഇന്ത്യയിൽ തന്നെയല്ലേ ജീവിക്കുന്നത്? ഒരു കുരങ്ങന്റെ കഥയാ. ജപ്പാനിലെ മിച്ചിക്കാവ എന്ന ഒരു കാഴ്ച കുരങ്ങന്റെ ആന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അച്ഛന് കാര്യം പിടികിട്ടി. ഇതുവരെ പിടികിട്ടിയില്ല, ഞങ്ങൾ കൂട്ടുകാരായോണ്ട് പറഞ്ഞു. അപ്പോൾ ജപ്പാനിലെ മിച്ചിക്കാവ എന്ന ഒരു സ്ഥലത്ത് ഒരു കാഴ്ച ബംഗ്ലാവുണ്ട്. അവിടെ ഒരു കുരങ്ങനെ കൊണ്ടുവന്നു. ഈ കുരങ്ങനെ അമ്മയില്ലാത്തത് കൊണ്ട് വലിയ സങ്കടത്തിലൊക്കെ ആയതുകൊണ്ട് ആ കാഴ്ച ബംഗ്ലാവിന്റെ ചുമതലയുള്ള ആളുകൾ ഒരു കളിപ്പാട്ടം, ഒരു ടോയ്, ഒറാങ്കുട്ടാന്റെ ഒരു ടോയ് ഉണ്ടാക്കി, കുരങ്ങന്റെ ഒരു രൂപം ഉണ്ടാക്കി, നമ്മളെ ടെഡി ബെയർ പോലുള്ള ഒരു സാധനം ഉണ്ടാക്കി ഈ കുരങ്ങൻ ഇട്ടു കൊടുത്തു. ഈ കുരങ്ങൻ ഓടി വന്ന് ജീവനില്ലാത്ത ഒരു രൂപത്തെ കെട്ടിപ്പിടിക്കുന്ന ഒരു രംഗമുണ്ട്. ലോകം മുഴുവൻ ഇതൊരു കുരങ്ങന്റെ കഥയല്ല, ഇതൊരു മനുഷ്യന്റെ കഥയാണ് എന്ന നിലയിലാണ് അതിനെ കണ്ടത്. സ്നേഹം കുരങ്ങന് പോലും മനസ്സിലാവും, പക്ഷെ മനുഷ്യന് വാട്ട് ഈസ് ലവ് ലാംഗ്വേജ്? അപ്പൻ ചിരിച്ചാൽ, അമ്മ കരഞ്ഞാൽ, അപ്പൻ കെട്ടിപ്പിടിച്ചാൽ മനസ്സിലാവുന്നില്ലെങ്കിൽ എന്തൊരു കഷ്ടമാണ്. സ്നേഹത്തിന്റെ നിരക്ഷരതയാണ് നമ്മൾ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. ഒരു പഴയ സിനിമയുണ്ട്, കിരീടം എന്നാണ് ആ സിനിമയുടെ പേര്. അത് കണ്ടതാണ്? കണ്ടതാണ് അല്ലേ? ഈ അച്ചാനേ ഉള്ളൂ. അച്ഛൻ മർത്തോമായി വരുന്നോ? നിങ്ങളുടെ കൂട്ടം നിന്ന് പോയാലേ നിങ്ങളും കൂടെ തെറ്റിപ്പോ. അപ്പോ ഈ സിനിമയില് പഴയ സിനിമയാണ്. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു രംഗമുണ്ട്. ഇതിലെ നായകനായ സേതു SI ടെസ്റ്റിന് തയ്യാറായിട്ട് നിൽക്കുകയാണ്. അപ്പൻ ഒരു പോലീസുകാരനാണ്. അപ്പനെ ആ നാട്ടിലെ ഒരു ഗുണ്ട തല്ലുന്നത് കണ്ട് അപ്പനെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടയിൽ അബദ്ധത്തിൽ നായകനായ സേതു ഈ അപ്പനെ ഉപദ്രവിച്ച ഗുണ്ടയെ കൊല്ലുന്നുണ്ട്. ഇതിനിടയ്ക്ക് അപ്പനെ എല്ലാവരും പിടിച്ചു മാറ്റി. അപ്പൻ തിരിച്ചു വരുമ്പോ കാണുന്നത് കയ്യിൽ ചോര പുരണ്ട കഠാരിയുമായി നിൽക്കുന്ന മകനെയാണ്. കരയുന്നുണ്ട്, അലറുന്നുണ്ട്, കൊല വിളിക്കുന്നുണ്ട്, എല്ലാരെയും വെല്ലുവിളിക്കുന്നുണ്ട്. ഒരുത്തനും അടുത്തു പോകരുതെന്നുള്ള വെല്ലുവിളിയാണ്. എന്താ നടക്കുന്നതെന്ന് അറിയാൻ ഈ പോലീസുകാരൻ അപ്പൻ വന്നപ്പോ ചോര പുരണ്ട കഠാരിയുമായി നിൽക്കുന്ന, ചുറ്റിലും നിൽക്കുന്നവരെ കൊലവിളി നടത്തുന്ന തന്റെ മകനെ കണ്ട് നെഞ്ചുപൊട്ടി അപ്പനായ പോലീസുകാരൻ പറയുന്നുണ്ട്, എടാ കത്തി താഴെയിട. ഇടുന്നില്ല. അപ്പോൾ പറയുന്നുണ്ട്, എന്റെ അടുത്തു വരരുത്. വീണ്ടും പറയാണ്, കത്തി താഴെയിടടാ. ഇടുന്നില്ല. അവസാനം നിസ്സഹായനായ ആ അപ്പൻ മകനോട് പറയുന്നുണ്ട്, നിന്റെ അപ്പനാടാ പറയുന്നത് കത്തി താഴെയിട. നിന്റെ അപ്പനാടാ എന്ന് പറയുന്ന ആ രംഗമുണ്ടല്ലോ, അവിസ്മരണീയമായൊരു രംഗം. നിന്റെ അപ്പനാടാ എന്ന് മുഴുവൻ വാചകം മുഴുമിപ്പിക്കുന്നതിന് മുൻപ്
ആ മകന്റെ കയ്യിൽ നിന്നും കഠാര ഊർന്ന് താഴേക്ക് വീഴുന്നുണ്ട്. കത്തി താഴെ ഇടടാ എന്ന് 2 പ്രാവശ്യവും പറഞ്ഞത് പോലീസുകാരനാ. ഒരു പോലീസുകാരന്റെ ആജ്ഞാസ്വരത്തിലാണ് മകനോട് പറയുന്നത് കത്തി താഴെ ഇടടാ. എന്നാൽ 3ാമത്തെ പ്രാവശ്യം സംസാരിക്കുന്നത് പോലീസുകാരനല്ല, അവന്റെ അപ്പനാണ്. പറയാ, നിന്റെ അപ്പനാടാ പറയുന്നത്. അപ്പോൾ അവന് സ്നേഹത്തിന്റെ ഭാഷ മനസ്സിലായി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, യൂദായെ നോക്കി യേശു പറയുക, ഇവനൊക്കെ ജനിക്കാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. സ്നേഹം മനസ്സിലാകാത്ത ജന്മങ്ങൾ ശപിക്കപ്പെട്ടതാണ്, നാശജീവിതങ്ങളാണ്. ദേ ആർ നത്തിങ് ഷോർട്ട് ഓഫ് അബോർട്ടഡ് ലൈഫ്സ്. അപ്പൊ 3 കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ ചിന്തിക്കാനായി ശ്രമിച്ചത്. 1, സ്വയം വിറ്റ യൂദ. 2, എന്ത് ചെയ്യുമ്പോഴും കൃത്യമായ കണക്കുകൂട്ടലുകളോടുകൂടെ ജീവിതത്തെ മാത്രമല്ല യേശുവിനെ പോലും സമീപിക്കുന്ന ജൂഡസ് കാൽക്കുലസ്. 3, സ്നേഹം മനസ്സിലാകാത്ത യൂദാസ്. യേശു അവനെ നോക്കി പറയുക, ഇവനൊക്കെ എന്തിനാണോ ജനിച്ചത്. 4ാമതൊരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. തനിക്ക് തന്റെ കണക്കുകൂട്ടലുകൾ തെറ്റി എന്ന് യൂദയ്ക്ക് മനസ്സിലായി. വല്ലാത്ത കുറ്റബോധം. യൂദ ചെയ്തത് 2 കാര്യങ്ങളാണ്. ആദ്യമേ ചെയ്തത്, തനിക്ക് യേശുവിനെ ഒറ്റിക്കൊടുത്തപ്പോൾ കിട്ടിയ സമ്പാദ്യം അത് നേരെ ആരാണോ തന്നത് അവരുടെ അടുക്കൽ ചെന്ന് അവർക്ക് കൊടുത്തു. അവർ പറഞ്ഞു, നത്തിങ് ഡൂയിങ്, ഇനി നമ്മൾ തമ്മിൽ ഒരു കാര്യവും ഇല്ല, ഡീല് കഴിഞ്ഞു, ഇനി നീ നിന്റെ കാര്യം നോക്കിക്കോ. തെറ്റുതിരുത്താൻ യൂദ കണ്ടുപിടിച്ച ഒരു മാർഗം പണം തിരിച്ചു കൊടുക്കുക എന്നതാണ്. എന്നാൽ അത് വേണ്ട തരത്തിൽ സ്വീകരിക്കപ്പെട്ടില്ല എന്ന് കണ്ടപ്പോൾ 2ാമത് കണ്ടെത്തിയ വഴി ജീവൻ ഒടുക്കുക എന്നതാണ്. പണം തിരികെ കൊടുത്ത് പശ്ചാത്തപിക്കാൻ ശ്രമിച്ചു, ഏറ്റില്ല. 2ാമത്തെ വഴിയായി സ്വീകരിച്ച മാർഗം ജീവിതത്തെ തന്നെ അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. ഞാൻ എവിടെയോ വായിച്ച ഒരു വാചകം ഇങ്ങനെയുണ്ട്, ജൂഡസ് ഹാങ്ഡ് ഹിംസെൽഫ് ഓൺ ദ ഹുക്ക് ഓഫ് ടു ലേറ്റ്. മനോഹരമായൊരു, ജൂഡസ് ഹാങ്ഡ് ഹിംസെൽഫ് ഓൺ ദ ഹുക്ക് ഓഫ് ടു ലേറ്റ്. വല്ലാതെ താമസിച്ചു പോയി എന്ന ഒരു കയറിലാണ് യൂദ അവസാനിപ്പിച്ചത്. ഒരുപക്ഷെ എന്നെ ഇപ്പോൾ കേൾക്കുന്ന നിങ്ങളിൽ ചിലരെങ്കിലും ഒത്തിരി താമസിച്ചു പോയല്ലോ, ഇനി മാനസാന്തരപ്പെടാൻ പറ്റുമോ, ഇനി ദൈവം എന്നെ സ്വീകരിക്കുമോ എന്ന് കരുതുന്നവർ ഇവിടെ ഇരിക്കുന്നവരോ അല്ലെങ്കിൽ മറ്റിടങ്ങളിൽ ഇരുന്നു കൊണ്ട് ഇത് കേൾക്കുന്നവരോ ഉണ്ടാവാം. വൈകി എന്നത് സാത്താന്റെ ആലോചനയാണ്, വൈകിയിട്ടില്ല എന്നത് ദൈവത്തിന്റെ ആലോചനയാണ്. കുരിശിൽ 2 കള്ളന്മാർ കിടന്നപ്പോൾ ഒരാൾ യേശുവിനെ ശപിച്ചു. അയാളെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഈസ് ടു ലേറ്റ്. എന്നാൽ മറ്റേ വശത്ത് കിടന്ന കള്ളൻ പറഞ്ഞു, എന്നെ കൂടെ ഒന്ന്, ഒട്ടും താമസിച്ചിട്ടില്ല. എന്നാൽ നമ്മുടെ ചിന്തകൾ വൈകിപ്പോയി എന്ന നിലയിലേക്ക് മാറുന്നതിൻ്റെ കാരണം എനിക്ക് തോന്നുന്നത്, നമ്മൾ ഈ മുടിയനായ പുത്രന്റെ കഥയിലെ മൂത്ത മകനെ പോലെയുള്ളവരെ പേടിച്ചിട്ടാണ് എന്നതാണ്. അതൊരു മനോഹരമായ ഉപമയാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ബോധ്യമുണ്ട്. ഇളയ മകൻ അപ്പന്റെ സ്വത്തൊക്കെ വാങ്ങി എവിടോ പോയി, നമുക്കറിയത്തില്ല. പെട്ടെന്നൊരു ദിവസം പൈസയെല്ലാം തീർന്ന്
പിള്ളേരുടെ ഭാഷയെ പറഞ്ഞാൽ എസ് ഐ ആയിട്ട് തിരിച്ചു വരിക. വീടിനടുത്തപ്പോ ഈ ചെറുക്കന്റെ വരവ് കണ്ടപ്പോ ഈ അപ്പന്റെ സ്വഭാവം അറിയാവുന്ന മൂത്ത മകൻ അപ്പനോട് പറഞ്ഞു, ഇവനെ വീട്ടിൽ കയറ്റിൽ. കാരണം എന്താണെന്നറിയാമോ? അപ്പന്റെ മുഴുവൻ സ്വത്ത് ഇവൻ എങ്ങനെ കളഞ്ഞതാ? കുലുക്കിക്കുത്ത് കളിച്ച് കളഞ്ഞതല്ല, ഏതെങ്കിലും ഗാംബ്ലിംഗ് സെന്ററുകളിൽ പോയതല്ല, ചൂതാട്ടത്തിന് പോയതല്ല. വളരെ കൃത്യമായി മൂത്ത മകൻ പറയുന്നു, ഈ മകൻ നിങ്ങളുടെ പൈസ മുഴുവൻ കൊണ്ട് ചെലവഴിച്ചത് വേശ്യമാരോടുകൂടെയാണ്. ഞാൻ എപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യം, ഇതിവൻ എങ്ങനെ അറിയാം? ഇതിന്റെ ഉത്തരയിലും എന്ന് പറ. ഇവൻ കണ്ടോ? അന്ന് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ പോട്ടെ, ഞാൻ ഇന്ന സ്ഥലത്താണെന്ന് പറഞ്ഞ അവൻ ഫോട്ടോ ഇട്ട് ഒന്നുമില്ലല്ലോ. അവൻ എങ്ങനെ കണ്ടു? കന്യാസ്ത്രീകൾക്ക് പറയാം, അവരിനി ഇടി വെട്ടിയാലേ ഒന്ന് അനങ്ങും. നിങ്ങൾ പറ, എങ്ങനെ അറിഞ്ഞു? രുചിക്കറിയോ? അവിടെ പോയിട്ടുണ്ടോന്ന് കണ്ടോ? ബുദ്ധിയുള്ള ഒരാളെ ഉള്ളൂ. ഇത് പല സാധ്യതകളുണ്ട്. സഭയുടെ ഔദ്യോഗിക നിലപാടാണ് ഇപ്പൊ പറഞ്ഞത്. എന്താണ്? മൂത്തവനും അവിടെ, ഞാൻ പറഞ്ഞല്ല, ഇത് കനാനായ സഭയുടെ നിലപാടായിട്ട് നിങ്ങൾ കണക്കൂട്ടിയാൽ മതി. ഒരു പക്ഷേ അത് സാധ്യത ഉണ്ടായിരിക്കാം. എന്നാൽ മറ്റൊരു സാധ്യത, ഒരാളെ വീട്ടിൽ കയറ്റാതിരിക്കാൻ, ഒരാളെ സമൂഹ മധ്യേ ഏറ്റവും വെറുക്കപ്പെട്ടവനായി ചിത്രീകരിക്കാനുള്ള ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് ഇത് പറയാന്നുള്ള. ഒരുപക്ഷെ അപ്പന്റെ മുൻപിൽ ഒരു മകൻ ഏറ്റവും നിന്ദ്യനായി മാറാൻ ഇതിനേക്കാൾ നല്ല ഒരു കാരണം പറയാനില്ലെന്ന് മൂത്ത മകന് തോന്നിക്കാണും. അപ്പൊ അവന് പൈസ കുലുക്കിക്കുത്ത് കളിച്ച് പോയി എന്ന് പറഞ്ഞാൽ ഓട്ടം നേരിക്കും അല്ലേ? ഇപ്പം ഞങ്ങളൊക്കെ, ഞാൻ തലോടിക്കാരനാണ്, ഞങ്ങളുടെ അവിടെ ഈ കുഴിപ്പള്ളി. അപ്പം നിങ്ങളായിരിക്കും കുഴിയിലാണോ പള്ളി ഇരിക്കുന്നത്? അങ്ങനെയൊന്നും ചോദിക്കില്ല. അവിടെ പെരുന്നാൾ വരും. പെരുന്നാൾ വരുമ്പം വീട്ടിൽ നിന്ന് അമ്മ 2 രൂപ തരും. അപ്പം ഈ 2 രൂപ തരുമ്പോൾ തന്നെ ഇത് നേർച്ച ഇടത്തില്ലെന്നും ഇതുകൊണ്ട് ഏതെങ്കിലും കുലുക്കിക്കുത്തുകാരന് കൊടുക്കാനാണെന്നോ അറിഞ്ഞോണ്ടാണ് തരുന്നത്. 2 രൂപ തരും. അപ്പം നമ്മൾ പെരുന്നാളിന് പോകുന്ന വലിയ സന്തോഷമാണ്. ഈ ഇന്നത്തെ പോലെ നാട്ടിൽ ഈ ഈന്തപ്പഴം ഒന്നും കിട്ടുന്ന കാലമല്ലല്ലോ. കിട്ടുമായിരുന്നോ ചിങ്ങവനത്ത്? അച്ഛൻ്റെ ഇരിപ്പ് കണ്ട അച്ഛൻ അങ്ങ് ന്യൂയോർക്കിൽ ജനിച്ചതുപോലെ അല്ല. ഈന്തപ്പഴം ഒന്നും കിട്ടത്തില്ല. അപ്പം ഈ പെരുന്നാളിന് വരുമ്പോഴാണ് ഇച്ചിരി ഈന്തപ്പഴം. അപ്പം ഞങ്ങൾ അന്ന് ഈന്തപ്പഴത്തിന് ഈച്ചപ്പഴം എന്നാണ് പറയുന്നത്. കാരണം ഈ ഈന്തപ്പഴം പല സ്ഥലങ്ങളിൽ പോയി ധാരാളം ഈച്ചകൾ അന്തിമോപചാരം അർപ്പിച്ചതിന് ശേഷം തലമുടിയിലോട്ട് വരുന്ന. അപ്പം ഇതൊരു 4-5 മാസത്തെ നഗരി കാണിക്കൽ കഴിഞ്ഞിട്ടാണ് ഈ ഈന്തപ്പഴം എവിടെ വരുന്നത്. അപ്പൊ അതുകൊണ്ട് അതിന് ഈന്തപ്പഴത്തേക്കാൾ നല്ലത് ഈച്ചപ്പഴം തന്നെ. തിരിച്ചു വരുമ്പോൾ പൈസ പോയി കിട്ടത്തില്ല. അപ്പം നമ്മൾ ആദ്യം 1 രൂപ വെക്കുമ്പോൾ 2 രൂപ കിട്ടും, 2 രൂപ വെക്കുമ്പോൾ 4 കിട്ടും, 4 വെക്കുമ്പോൾ 8 കിട്ടും, പിന്നെ 8 വെക്കുമ്പോൾ അത് 4 ആവും, വാശി കൂടും, അവസാനം അപ്പൊ വീട്ടിൽ വരുമ്പോൾ അമ്മ ചോദിക്കും, പൈസ എന്തിയെ? അത് കുലുക്കിക്കുത്തുകാർക്ക് കൊടുത്തു. അതൊക്കെ അങ്ങ് ക്ഷമിക്കും. പക്ഷേ ഈ മൂത്ത മകൻ ഒരു കാരണവശാലും തൻ്റെ മകൻ ഇളയവനെ വീട്ടിൽ കയറ്റരുത്. അതിന് പറയാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഒരാരോപണമാണ്. ഇപ്പം നമുക്ക് കേരളത്തിൽ അറിയാവില്ല, ഏറ്റവും മാർക്കറ്റുള്ള ആരോപണം ഏതാണ്? ഭ്രൂണമെടുത്ത് ഫ്രിഡ്ജിൽ വെക്കുക,
ഗർഭമെടുത്ത് ലുലുവിൽ വെക്കുക. ഇതൊക്കെയാണ് ഇപ്പോൾ ഏറ്റവും എന്തോ ഒരു ഉത്സാഹമാണെന്നറിയോ ആളുകൾക്ക്. ദാരിദ്ര്യത്തെക്കുറിച്ചോ വിശപ്പിനെക്കുറിച്ചോ തൊഴിലില്ലായ്മയെക്കുറിച്ചോ കാലാവസ്ഥാ പ്രശ്നത്തെക്കുറിച്ചോ പരിസ്ഥിതിയെക്കുറിച്ചോ ഗർഭമുണ്ടോ ഗർഭം. ഇത് അന്നും ഇന്നും എല്ലാ നാട്ടിലും മനുഷ്യർക്ക് ഈ ഒരു കാര്യം കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളൊരു 10 പേരെ കൊന്നാൽ പോലും ഇത്രയും വെറുക്കപ്പെട്ടവനാവത്തില്ല. അപ്പോ ഈ മൂത്ത മകൻ, എനിക്ക് തോന്നുന്നു അവൻ ഇന്നത്തെ ഭാഷയെ പറഞ്ഞാൽ അവൻ ഏതെങ്കിലും ഒരു മലയാളം ചാനലിൽ വർക്ക് ചെയ്തവനായിരിക്കും. ഏത് ചാനലാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം ഇത്രയും ബുദ്ധി ഒരു സാധാരണ ഒരുത്തന് കാണത്തില്ല. അവൻ ഏതെങ്കിലും ഒരു മാപ്രയപ്പെട്ടവനായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഈ അപ്പന്റെ മുൻപിൽ ഈ ഇളയ മകനെ ഏറ്റവും വെറുക്കപ്പെട്ടവനായി അവതരിപ്പിക്കാൻ അവൻ അറിയാം ഏറ്റവും നല്ലത് ഇതെടുത്തിടുവാന്നുള്ളത്. ഒരു പക്ഷേ ജിജി പറഞ്ഞതുപോലെ ജിജി പോയ സമയത്ത് ഈ മൂത്ത മകനും അവിടെ കണ്ടെന്ന് വന്നേക്കാം. നമുക്കറിയത്തില്ലല്ലോ. എന്തായാലും ഞാനത് നിഷേധിക്കുന്നുമില്ല, സബ്സ്ക്രൈബ് ചെയ്യുന്നുമില്ല, ഞാനത് വിട്ടു. നമുക്കിത്ര അറിഞ്ഞാൽ മതി. എന്താണ്? മൂത്ത മകൻ അവന്റെ തുറുപ്പ് ചീട്ടിറക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്തരം മൂത്ത മകന്മാരെ ഭയപ്പെട്ട് സ്വന്തം വീട്ടിലോട്ട് വരാൻ ഭയപ്പെട്ട് നിൽക്കുന്ന ധാരാളം മനുഷ്യരുണ്ട്. അവരെ അപ്പന്റെ സ്നേഹത്തെക്കുറിച്ച് അവർക്ക് സംശയമില്ല. അവരുടെ പേടി മുഴുവൻ വീട്ടിലെ മൂത്ത മകന്മാരെ കുറിച്ചാണ്. യൂദ ഒരുപക്ഷെ ചിന്തിച്ചു കാണും, മൈ സിൻ ഈസ് ഗ്രേറ്റർ ദാൻ മൈ മാസ്റ്റേഴ്സ് ഗ്രേസ്. എന്റെ പാപം എന്റെ കർത്താവിന്റെ കൃപയേക്കാൾ വലുതാണ്. ഇന്ന് ഞാനും നിങ്ങളും ജീവിക്കുന്ന ഈ സമൂഹത്തിൽ, നമ്മുടെ സഭയിൽ, നമ്മുടെ ഇടവകകളിൽ നമ്മളെ ഏറ്റവും അധികം വെറുക്കപ്പെട്ടവരായി മൂത്ത മകന്മാർ അവതരിപ്പിക്കുമ്പോൾ അവരുടെ വാക്ക് കേട്ട് അപ്പന്റെ സ്നേഹത്തെ സംശയിക്കരുത്. ഇത് അപ്പന്റെ വീടാണ്, മൂത്ത മോന്റെ വീടല്ല. സഭയിലേക്ക് മടങ്ങി വരാൻ, കർത്താവിന്റെ മേശയിലേക്ക് മടങ്ങി വരാൻ, സഭയുടെ കൂദാശകളിലേക്ക് മടങ്ങി വരാൻ നിങ്ങൾ മൂത്ത മകന്മാരെ പേടിച്ച് നിൽക്കരുത്. ഇത് ഒരു മോന്റെയും സഭയല്ല, ഇത് കർത്താവിന്റെ സഭയാണ്. അതുകൊണ്ട് തന്നെ ആ വീട്ടുവാതുക്കൽ നിൽക്കുന്നത് അപ്പനാണ്. സിനിമാ ഭാഷയിൽ പറഞ്ഞാൽ നിന്റെ അപ്പനാടാ പറയുന്നത്, കയറിവാ. സിനിമാറ്റിക്കായി പറഞ്ഞാൽ നിന്റെ അപ്പനാടാ പറയുന്നത്, നീ കയറിവാ. ഇളയ മകൻ മൂത്തമന്റെ പരാമർശങ്ങൾ കേട്ട് ഒന്ന് അന്താളിച്ചു കാണും. പക്ഷെ അവൻ അപ്പന്റെ മുഖത്തേക്ക് നോക്കി. ഇത് അപ്പന്റെ വീടാണ്, ചേട്ടന്റെ വീടല്ല. സഭ കർത്താവിന്റെ ഭവനമാണ്. ഇവിടെ ഏതെങ്കിലും മോന്റെ വാക്ക് കേട്ട് നമ്മൾ ആരും മാറി നിൽക്കേണ്ട കാര്യമില്ല. ഇത് മൂത്ത മോന്റെ സഭയല്ല, ഇത് മൂത്ത മോന്റെ വീടുമല്ല, ഇതെന്റെ അപ്പന്റെ വീടാണ്. എന്നാൽ യൂദായ്ക്ക് ഇത് മനസ്സിലാകുന്നില്ല. ഒരുപക്ഷെ ഇളയ മകൻ ഉണ്ടായതുപോലെ ഒരു സുബോധം പുള്ളിക്കില്ല. പുള്ളി ചിന്തിച്ചു, മൈ സിൻ ഈസ് ഗ്രേറ്റർ ദാൻ മൈ മാസ്റ്റേഴ്സ് ഗ്രേസ്. ദൈവകൃപയേക്കാൾ വലുതല്ല ഒരു പാപവും. ദൈവകൃപയ്ക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു പാപിയും ലോകത്തിലില്ല. കടന്നുവാ, ഇതപ്പന്റെ വീടാണ്. വിളിക്കുന്നത് അപ്പനാണ്. യുവർ സിൻ ഈസ് നോട്ട് ഗ്രേറ്റർ ദാൻ യുവർ മാസ്റ്റേഴ്സ് ഗ്രേസ്. യൂദായിക്ക് വല്ലാത്ത കുറ്റബോധം തോന്നി, തൂങ്ങിച്ചത്തു. എന്നാൽ പത്രോസ് എന്താണ് ചെയ്യുന്നത്? പത്രോസും യേശുവിനെ തള്ളി പറഞ്ഞതാ. പക്ഷേ അവൻ നോക്കിയത് കയറിലോട്ടല്ല, കർത്താവിന്റെ കണ്ണിലോട്ട് നോക്കണം. ഇഫ് യു ലുക്ക് അറ്റ് ദ റോങ് പ്ലേസ്, യു വിൽ എൻഡ് അപ്പ് ഇൻ റോങ് പ്ലേസ്. യൂദാ യേശുവിന്റെ കണ്ണിലോട്ട് നോക്കുന്നതിന് പകരം
അവനൊരു 2 ദിവസം കൂടെ ഒന്ന് കാത്തിരുന്നെങ്കിൽ കയറിലോട്ടല്ല, കർത്താവിന്റെ കണ്ണിലോട്ട് വേണം നോക്കാൻ. പല കാരണങ്ങൾ കൊണ്ടും ജീവിതത്തിൽ തോറ്റുപോയവർ ഈ കൂട്ടത്തിൽ കാണും. വല്ലാതെ കർത്താവിന്റെ അടുക്കൽ നിന്ന് അകന്നുപോയവർ കാണും. നിങ്ങളെ വീട്ടിൽ കയറ്റരുതെന്ന് പറഞ്ഞ് വല്ലാതെ ആക്രോശിക്കുന്ന മൂത്ത മോന്മാര് കാണും. ഓർത്തോണം, മൂത്ത മോന്റേതല്ല ഈ സഭ, ഇത് കർത്താവിന്റെ സഭയാണ്. അതുകൊണ്ട് തന്നെ മൂത്ത മകന്റെ വാക്ക് കേട്ട് മടങ്ങിപ്പോകാനല്ല. മൈ സിൻ ഈസ് നോട്ട് ഗ്രേറ്റർ ദാൻ മൈ മാസ്റ്റേഴ്സ് ഗ്രേസ്. യൂദ കയറിലോട്ട് നോക്കി, പത്രോസ് യേശുവിന്റെ കണ്ണിലോട്ട് നോക്കി. തോറ്റുപോകുന്നത് സ്വാഭാവികം, പാപത്തിൽ അകപ്പെട്ടു പോകുന്നത് സ്വാഭാവികം. നമ്മളൊക്കെ സാധാരണ മനുഷ്യരാണ്. എന്നാൽ തെറ്റിപ്പോയത് കൊണ്ടും ദൈവത്തെ സങ്കടപ്പെടുത്തുന്ന പാപങ്ങൾ ചെയ്തിട്ടുള്ളത് കൊണ്ടും അതൊന്നും ദൈവത്തിന് ക്ഷമിക്കാനാകാത്ത പാപമാണെന്നും ദൈവത്തിന്റെ കൃപയേക്കാൾ വലുതാണെന്നും ചിന്തിക്കുമ്പോൾ നമ്മൾ യൂദായുടെ വഴിയെ ഇവിടെ സഞ്ചരിക്കുകയാണ്. യൂദായ്ക്ക് പറ്റിയ പ്രശ്നം, യൂദ ചിന്തിച്ചു, മൈ സിൻ ഈസ് ഗ്രേറ്റർ ദാൻ ഗോഡ്സ് ഗ്രേസ്. യൂദ കയറിലോട്ട് നോക്കി, പത്രോസ് യേശുവിൻ്റെ കണ്ണിലോട്ട് നോക്കി. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. യേശു ഇന്ന് രാത്രി നമ്മെ നോക്കി പറയുമോ, നീ ജനിക്കാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഒരുപക്ഷെ ദൈവസന്നിധിയിൽ നിന്ന് കേൾക്കാവുന്നതിൽ വെച്ച് ഏറ്റവും മാരകമായ പ്രഹരശേഷിയുള്ള ഒരു വാക്കാണ്. നമ്മുടെ പേര് വിളിച്ചിട്ട്, മോത്തി നീ ജനിക്കാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. തോമസേ നീ ജനിക്കാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. മേഴ്സി നീ ജനിക്കാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. നമ്മുടെ പേര് പറഞ്ഞിട്ട് കർത്താവ് അങ്ങനെ പറയുമോ? അങ്ങനെ പറയും. എപ്പോൾ? നമ്മെ സ്വയം വിറ്റാൽ. കണക്കുകൂട്ടലോടുകൂടെ ദൈവത്തെ പിൻപറ്റിയാൽ, ദൈവത്തിന്റെ സ്നേഹം മനസ്സിലാകാതെ പോയാൽ, ദൈവത്തിന്റെ കൃപയേക്കാൾ വലുതാണ് എൻ്റെ പാപമെന്ന് ചിന്തിച്ചു പോയാൽ, യേശു അന്ത്യനാളിൽ നമ്മെക്കുറിച്ച് പറയും, മോത്തി നീ ജനിക്കാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. കർത്താവേ, ആ യൂദായെക്കുറിച്ച് പറഞ്ഞതുപോലെ ഒരിക്കലും നീ എന്നെക്കുറിച്ച് പറയാനിടയാവരുതേ. അതിനൊറ്റ വഴിയേ വൈകിയിട്ടില്ല, ഒട്ടും താമസിച്ചിട്ടില്ല. അവൻ്റെ നോട്ടത്തിന് പുറത്തല്ല നാം ഇപ്പോഴും. അവൻ്റെ കണ്ണ് എത്തിപ്പിടിക്കാവുന്നതിനപ്പുറത്തല്ല നമ്മുടെ പാപാവസ്ഥ. അവന് ക്ഷമിക്കാൻ കഴിയാത്ത ഒരു തെറ്റും നമ്മുടെ ജീവിതത്തിലില്ല. ഒരു പാപവും അവൻ്റെ കൃപയേക്കാൾ വലുതല്ല. കർത്താവേ, ഇന്ന് രാത്രി കയറിലല്ല, നിന്റെ കണ്ണിൽ തന്നെ നോക്കാൻ നീ എന്നെ സഹായിക്കണമേ. യൂദായുടെ വഴിയല്ല, പത്രോസിൻ്റെ വഴിയാണ് കർത്താവ് നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് കയറിലല്ല, അവൻ്റെ കണ്ണിലേക്ക് നോക്കി അതിദുഃഖത്തോടെ കരഞ്ഞ്, കർത്താവെ തെറ്റിപ്പോയി, എനിക്ക് മടങ്ങി വരണം. മൂത്ത മകനെ പേടിച്ച് പുറത്തു നിൽക്കണ്ട, ഇതപ്പൻ്റെ ഭവനമാണ്, ധൈര്യമായിട്ട് കടന്നു വരാം. ഒരു പാട്ടുണ്ടല്ലോ, ജീവനുണ്ടാം ഏകനോട്ടത്താൽ ക്രൂശിങ്കൽ. ഒരൊറ്റ നോട്ടം മതി അവൻ്റെ കണ്ണിലേക്ക്. കയറിൽ നോക്കിയാൽ ഒടുങ്ങിപ്പോകും, അവൻ്റെ കണ്ണിലേക്ക് നോക്കിയാൽ മടങ്ങി വരാനാവും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.